Good morning. Okay, guys, please sit down. Good morning. Narkana, okay, Srija, Saino, Layana, okay. Layana, പേര് പെട്ടെന്ന് ലാവണ്യ എന്നാണ് വായിക്കുന്നത്. Okay. Narkana, മെസ്സേജ് അയച്ചേക്കുന്നേ. ലയന, ശ്രദ്ധ, okay, ശ്രദ്ധ, ജുമാന, Narkana, ഫൗസിയ. Okay, Adina Sajid, Gina, okay, Gina, Jasmine, okay, Sheija, okay, Kavina, Sharanya, okay, എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ട്ടോ. എല്ലാവരും ഗുഡ് മോർണിംഗ് ഒക്കെ വിഷ് ചെയ്തവർക്ക് പ്രത്യേകം തിരിച്ചും ഗുഡ് മോർണിംഗ്. ഓക്കെ പ്രവീണ, ഗുഡ് മോർണിംഗ്. ഓക്കെ, മിന്നു ഗാംഗുലി, അമ്മോ ഭയങ്കര പേരാണല്ലോ. ഓക്കെ ഓക്കെ പ്രീത, ഗുഡ് മോർണിംഗ്. എന്താണ് സുഖമായിട്ടിരിക്കുന്നു ജീന, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോണു. ഓക്കെ സൗപർണിക, ഷൻസ്റ്റീന, ഗുഡ് മോർണിംഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? നിങ്ങളെല്ലാവരും നന്നായിട്ടിരിക്കുന്നില്ലേ? ഓക്കെയാണ്. കുഴപ്പമില്ല. ഇപ്പൊ കുറച്ച് ചൂടിനൊക്കെ ഒരു ആശ്വാസം ഇല്ലേ? കുറച്ച് ഇടയ്ക്ക് ഒരു മഴയൊക്കെ പെയ്തപ്പോ ഒരു ആശ്വാസം കിട്ടിയില്ലേ ചൂടിന്? ഓക്കെ, കുറച്ച് ഇപ്പൊ രണ്ടാഴ്ച വേണ്ട, ചിലപ്പോ ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴേക്കും മഴയൊക്കെ തുടങ്ങുമായിരിക്കും അല്ലേ? ഓക്കെ, എന്താണ് ഷംസിന് അവിടെ മഴയില്ല അല്ലെ? ഇവിടെ ഇപ്പൊ മഴ പെയ്യുന്നില്ല, പക്ഷെ എനിക്ക് തോന്നുന്നു അടുത്ത അധികം വൈകാതെ ഒരാഴ്ചക്കുള്ളിലൊക്കെ മഴ വരാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നണം. അങ്ങനെയാണ് മൊത്തത്തില് കാലാവസ്ഥ ഉണ്ടാണെന്ന് തോന്നുന്നു. ശരി, അപ്പൊ അങ്ങനെയൊക്കെ പോകുന്ന വിശേഷങ്ങള്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാലോ? ഓക്കെ അല്ലേ? എല്ലാവരും റെഡിയാണോ? റെഡിയാണ്. ഓക്കെ, കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ എടുത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ചു നോക്കിയിരുന്നോ? എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? മനസ്സിലായില്ലേ എല്ലാവർക്കും? ഓക്കെ, ഡെയിലി വായിച്ചു നോക്കണം കേട്ടോ. അപ്പൊ നമ്മള് ലാസ്റ്റ് ക്ലാസ്സില് നമ്മൾ നിർത്തിയത് കോൾ ലെറ്റർ അല്ലെ? കോൾ ലെറ്റർ വഴിയാണ്, കോൾ ലെറ്ററിന്റെ ഒരു മോഡൽ അല്ലെ, ഫോർമാറ്റ് വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. എന്താണ് കോൾ ലെറ്റർ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ? നമ്മൾ ഇന്റർവ്യൂവിനെ ക്ഷണിച്ചുകൊണ്ട് നമ്മൾ ഉദ്യോഗാർത്ഥികൾക്ക് അയക്കുന്ന കത്താണ് അല്ലെ? ഇതാണ് എന്ത്? കോൾ ലെറ്റർ അല്ലെ? ഓക്കെ, അങ്ങനെ നമ്മൾ അവർക്ക് എന്ത് അയച്ചു? കോൾ ലെറ്റർ അയച്ചു. ഒരു കോൾ ലെറ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തുന്നതെന്നും നമ്മൾ പഠിച്ചു അല്ലെ? ഇന്റർവ്യൂവിന്റെ ഡേറ്റ്, ടൈം, വെന്യൂ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾ രണ്ട് കാര്യങ്ങൾ പ്രത്യേകം എടുത്ത് പഠിച്ചു. എന്തായിരുന്നു? ഇപ്പൊ നമ്മള് അവർക്ക് യാതൊരുവിധ യാത്രാ ചെലവുകളോ DA കാര്യമൊക്കെ പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ. യാത്രാ ചെലവുകള് നൽകുന്നില്ല നൽകുന്നില്ലെങ്കിൽ അത് പ്രത്യേകം മെൻഷൻ ചെയ്യണം എന്നാണ് പറഞ്ഞത്. നൽകുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണ്ട? നമ്മളത് മെൻഷൻ ചെയ്യണ്ട. ഇന്റർവ്യൂവിനൊക്കെ അവർക്ക് വരുന്ന യാത്രാ ചെലവുകള് അല്ലെങ്കിൽ താമസ ചെലവുകളൊക്കെ വഹിക്കുന്നുണ്ടെങ്കിൽ അത് പ്രത്യേകം പറയണ്ട. പക്ഷെ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളത് കമ്പനി വഹിക്കുന്നില്ലാന്നുണ്ടെങ്കിൽ അത് പ്രത്യേകം അവരോട് മെൻഷൻ ചെയ്യണം എന്നുള്ളത് നമ്മൾ എടുത്തു പറഞ്ഞു. കാര്യം പിന്നീട് അവരെ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവരുടെ യാത്രാ ചെലവ് ചോദിച്ചുകൊണ്ടൊക്കെ കമ്പനിയെ സമീപിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആരോപണങ്ങളൊക്കെ ഉന്നയിക്കപ്പെടുകയാണെങ്കിൽ അങ്ങനെയുള്ള ഇഷ്യൂസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് പ്രത്യേകം എന്ത് ചെയ്യണം? മെൻഷൻ ചെയ്യണം. കൊടുക്കുന്നില്ലെങ്കിൽ പറയണം. കൊടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ പറയണ്ട. കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് പ്രത്യേകം എടുത്ത് തന്നെ മെൻഷൻ ചെയ്യണം. അങ്ങനെ ഒരു കാര്യം കോൾ ലെറ്ററിൽ നമ്മൾ പറഞ്ഞു. പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എന്തായിരുന്നു? നമ്മളൊരു കോൾ ലെറ്റർ അയക്കുമ്പോ അവര് ആ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ള ആ ഒരു കൺഫർമേഷനും കൂടെ നമുക്ക് അവരോട് ആവശ്യപ്പെടാവുന്നതാണ് അല്ലെ? എന്തിനു വേണ്ടിയിട്ടാ? കാര്യം ഏകദേശം എത്ര പേര് വരുമെന്ന് അറിഞ്ഞിട്ട് വേണം നമുക്കിവിടെ ഇന്റർവ്യൂ ബോർഡും കാര്യങ്ങളും അല്ലെ, ഇന്റർവ്യൂവിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് അല്ലെ? അപ്പൊ അതുകൊണ്ട് അതും ആവശ്യപ്പെടാം അല്ലെ? ഇത്രയുമാണ് നമ്മൾ ആ ഒരു കോൾ ലെറ്ററിനകത്ത് പറഞ്ഞു നിർത്തിയത്. ശരിയല്ലേ? ഇത്രയും ഭാഗങ്ങൾ ഓക്കെ എല്ലാവർക്കും? ഓക്കെ, ഇനി നിങ്ങൾ പറയൂ, നമ്മൾ കോൾ ലെറ്റർ അയച്ചു അല്ലെ? ഇനി കോൾ ലെറ്റർ അയച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അടുത്ത സ്റ്റെപ്പ്?
എന്തായിരിക്കും? ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാം. ശരിയല്ലേ? കോൾ ലെറ്റർ ഒക്കെ അയച്ചു, ഇന്റർവ്യൂവിന്റെ ഡേറ്റും ടൈമും ഫിക്സ് ചെയ്ത് ഇന്ന ദിവസം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞ് അവർക്ക് നമ്മൾ കോൾ ലെറ്റർ അയച്ചു കഴിഞ്ഞാൽ what will be the next step? കണ്ടക്ടിങ് ഇന്റർവ്യൂ അല്ലെ? ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പൊ നമ്മൾ ഇനി അതിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. അതെ കൃഷ്ണൻ, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമ്മള് ഇന്റർവ്യൂവിന്റെ ഭാഗമായിട്ട് നമ്മുടെ സ്ഥാപനത്തിന് നമ്മൾ ചെയ്യുന്ന ചില നടപടിക്രമങ്ങളാണ് അടുത്തത് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അതിലോട്ട് വരാം. ശ്രദ്ധിക്കാം കേട്ടോ. The call letter can be by an email with the telephonic confirmation or on a letterhead duly scanned email കേട്ടോ. ഓക്കെ, ആദ്യം നമ്മൾ അവർക്ക് ഇന്റർവ്യൂ അറിയിപ്പ് കൊടുക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ കൊടുത്തു. ഏത് വഴിയായിട്ട് കൊടുത്തു? കോൾ ലെറ്റർ വഴിയായിട്ട് കൊടുത്തു. കോൾ ലെറ്റർ ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇമെയിൽ വഴി അയച്ചു കൊടുക്കാം. എന്നിട്ട് അവര് ഫോണിൽ നേരിട്ട് വിളിച്ച് അവരോട് ആ ഒരു കൺഫർമേഷൻ നമുക്ക് കൊടുക്കാം അല്ലെ? അതുമല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പനിയുടെ ലോഗോ പതിപ്പിച്ചിട്ടില്ല, നമ്മുടെ കമ്പനിയുടെ ഔദ്യോഗികമായിട്ടുള്ള ലെറ്റർ ഹെഡ് ഉണ്ടാവുമല്ലോ, അപ്പൊ അതിനകത്ത് കമ്പനിയുടെ എംബ്ലം, ലോഗോ, കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിനകത്ത് മാറ്റർ ടൈപ്പ് ചെയ്ത് സൈൻ ചെയ്ത് ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? സ്കാൻ ചെയ്ത് മെയിൽ ചെയ്യാം. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് കാൻഡിഡേറ്റ്സിനെ അറിയിക്കാം. അല്ലെങ്കിൽ കൂടുതൽ ഇന്നൊക്കെ ചെയ്യുന്നത് മെയിൽ വഴി അയക്കും. പിന്നെ ചിലപ്പോൾ നേരിട്ട് ഫോണിൽ വിളിച്ച് പറയുകയും ചെയ്യും അല്ലെ? ഇന്ന ദിവസം ഇന്റർവ്യൂ ഉണ്ട്, മെയിൽ അയച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പറയും. അതല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ തന്നെ ലോഗോ, എംബ്ലോ പതിപ്പിച്ചിട്ടുള്ള അതിന്റെ ഔദ്യോഗിക ലെറ്റർ ഹെഡില് മാറ്റർ ടൈപ്പ് ചെയ്ത് സ്കാൻ ചെയ്ത് നമുക്ക് മെയിൽ ചെയ്യാവുന്നതാണ്. നമ്മൾ കാൻഡിഡേറ്റിന് അറിയിപ്പ് കൊടുക്കുന്നു. അതാണ് ആദ്യം ചെയ്യേണ്ടത്. അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അടുത്തത് എന്താ പറയുന്നത്? Now we have 10 days left for the interview. In the meantime, you can finally confirm the total number of candidates who prefer to attend the interview based on the confirmation. ഇനി നമ്മൾ ഈ കോൾ ലെറ്ററും മറ്റൊക്കെ അയച്ച് ഇനി ഏകദേശം ഒരു ഇന്റർവ്യൂവിന് ഒരു 10 ദിവസം ബാക്കി നിൽക്കെ നമുക്ക് ഏകദേശം എത്ര കാൻഡിഡേറ്റ്സുകൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമെന്നുള്ള ഒരു ഏകദേശ ധാരണ നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കും. കാര്യം എന്തുകൊണ്ടാണ്? നമ്മൾ കോൾ ലെറ്റർ അയക്കുമ്പോൾ അവർ ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമോ ഇല്ലയോ എന്ന് അവരുടെ ഒരു കൺഫർമേഷൻ നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട് അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും അവരതിന് നമുക്കൊരു റിപ്ലൈ തരും, എത്ര പേര് വരില്ല എന്നുള്ളത് അല്ലെ? അപ്പൊ നമുക്കൊരു ഇന്റർവ്യൂവിന് ഏകദേശം ഒരു 10-15 ദിവസം മുമ്പ് തന്നെ നമുക്ക് കൺഫർമേഷൻസ് അല്ലെ, കാൻഡിഡേറ്റ്സിൽ നിന്ന് ലഭിക്കുന്ന കൺഫർമേഷൻസിന്റെ അടിസ്ഥാനത്തിൽ ഏകദേശം എത്രത്തോളം ആളുകൾ ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യും എന്നുള്ള ധാരണ നമുക്ക് ഉണ്ടാകും അല്ലെ? ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അതനുസരിച്ചിട്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാവുന്നതാണ്? തയ്യാറെടുപ്പുകൾ നടത്താവുന്നതാണ്. ഓക്കെ, നോക്കുക. ദ ഇന്റർവ്യൂ, അതെ നെക്സ്റ്റ് പറയുന്നത്, ഇറ്റ് ഈസ് നൗ ദ ഡ്യൂട്ടി ഓഫ് ദ HR ഡിപ്പാർട്ട്മെന്റ് ടു അറേഞ്ച് ദ ഇന്റർവ്യൂ. ഈ ഇന്റർവ്യൂ അറേഞ്ച് ചെയ്യാനുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? HR ഡിപ്പാർട്ട്മെന്റിനാണ്. അറിയാലോ, അവരാണ് അത് ചെയ്യുന്നത് അല്ലെ? അപ്പൊ എന്ത് വേണം? The interview panel board should be kept and arranged in a professional way to get a first impression of the precious interview panel. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഇന്റർവ്യൂ ബോർഡ് അല്ലെങ്കിൽ ഇന്റർവ്യൂ പാനൽ ബോർഡ് നമ്മൾ വളരെ പ്രൊഫഷണൽ ആയിട്ട്, വളരെ വൃത്തിയായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അറേഞ്ച് ചെയ്യണം അല്ലെ? പ്രത്യേകിച്ച് ഒരു ഇന്റർവ്യൂവിൽ വരുന്ന വ്യക്തിക്ക് ഒരു ഫസ്റ്റ് കാണുമ്പോൾ തന്നെ ഒരു ഇംപ്രഷൻ തോന്നുന്ന രീതിയിൽ വളരെ പ്രൊഫഷണൽ ആയിട്ട്, വളരെ വൃത്തിയായിട്ട് എന്ത് ചെയ്തിരിക്കണം? ഇന്റർവ്യൂ പാനൽ ബോർഡ് അറേഞ്ച് ചെയ്തിരിക്കണം. നമ്മൾ ഇന്റർവ്യൂക്ക് ഏതെങ്കിലുമൊക്കെ ജോലികളുടെ ഇന്റർവ്യൂവിനൊക്കെ നമ്മൾ പോയിട്ടുണ്ടാവും അല്ലെ? അപ്പൊ എങ്ങനെയാണ് അവിടുത്തെ അറ്റ്മോസ്ഫിയർ എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? വളരെ കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള, വളരെ നീറ്റ് ആയിട്ടുള്ള അല്ലെ, നമുക്കൊരു വളരെ പ്രൊഫഷണൽ ടച്ച് തോന്നുന്ന രീതിയിലായിരിക്കും പൊതുവെ ഇന്റർവ്യൂ അല്ലെ ഉണ്ടായിരിക്കാം. അപ്പൊ ആ രീതിയിലായിരിക്കണം അറേഞ്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നോക്കുക, ദ ബോർഡ് റൂം ഓർ ദ ചെയർമാൻസ് ക്യാബിൻ based on the category of the interview can be arranged well in advance systematically. അതുപോലെ ആ ഇന്റർവ്യൂ ബോർഡ് റൂമോ അല്ലെങ്കിൽ ആ ചെയർമാന്റെ ക്യാബിനോ ഏത് കാറ്റഗറിയിലേക്കാണോ നമ്മൾ ഇന്റർവ്യൂ നടത്തുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ആ ബോർഡ് റൂമോ ചെയർമാന്റെ ക്യാബിനോ അഡ്വാൻസ്ഡ് ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? അറേഞ്ച് ചെയ്യാവുന്നതാണ്.
അതുകൂടാതെ it is ornamental to display our expertise that the name of the panel members on the dais of the interview to be displayed on their table, preferably with a white cloth and a flower vase to have a pleasing appearance. പിന്നെ എന്ത് ചെയ്യണം? നമ്മൾ പൊതുവെ ഇന്റർവ്യൂ പാനൽ ബോർഡ് ക്രമീകരിക്കുമ്പോൾ നമ്മളൊരു വൈറ്റ് ക്ലോത്ത്, പൊതുവെ വൈറ്റ് ആണ് ഓപ്റ്റ് ചെയ്യുന്നത് കേട്ടോ. വൈറ്റ് നല്ലൊരു കളറാണ് അല്ലെ. ഇപ്പൊ ഒരു വൈറ്റ് ക്ലോത്ത് കുറച്ച് ലൈറ്റ് റിഫ്ലക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരു വെളിച്ചമൊക്കെ തോന്നുന്ന രീതിയിൽ വൈറ്റ് ക്ലോത്ത് വിരിക്കാം. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്, ഒരു പ്ലീസിങ് അപ്പിയറൻസിന് വേണ്ടിയിട്ട് ഒരു ഫ്ലവർ വൈസ് ഒക്കെ വെക്കുന്നത് നല്ലതായിരിക്കും. ജസ്റ്റ് എങ്ങനെ അറേഞ്ച് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ നെസസറി ഡ്രിങ്കിങ് വാട്ടർ, സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ്, tea and refreshments can also be arranged to make it more professional. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള കുടിവെള്ളം, അതുപോലെ മറ്റ് സീറ്റിംഗ് അറേഞ്ച്മെന്റ്സുകള്, പിന്നെ ചായ, മറ്റ് റിഫ്രഷ്മെന്റ്സുകൾ, അത് ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമല്ല കേട്ടോ, ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സിനും ഉദ്യോഗാർത്ഥികൾക്കുമായിട്ട് അറേഞ്ച് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അവിടെ ചെയ്യേണ്ടത്. ഇപ്പൊ കഴിഞ്ഞിട്ടില്ല. പിന്നെ എന്താ പറയുന്നത്? ദ ഫ്രണ്ട് ഓഫീസ് ഓർ ദ റിസപ്ഷൻ ഏരിയ, ഇറ്റ്സ് റിലേറ്റഡ് സ്റ്റാഫ് മെമ്പേഴ്സ് ഷുഡ് ബി ഇന്റിമേറ്റഡ് റിഗാർഡിംഗ് ദ കമൻസ്മെന്റ് ഓഫ് ദ ഇന്റർവ്യൂ. അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ, റിസപ്ഷൻ ഏരിയ, അവിടേക്ക് ആയിരിക്കും ആദ്യം കാൻഡിഡേറ്റ്സ് വന്ന് കയറുന്നത് അല്ലെ. അപ്പൊ അവിടെ അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാഫുകൾക്ക് ആ ഒരു ഇന്റർവ്യൂ ആയിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ അവരെ അറിയിച്ചിരിക്കണം. ചിലപ്പോ ഗ്രൗണ്ട് ഫ്ലോറിൽ കയറി വരുന്ന സ്ഥലത്ത് റിസപ്ഷൻ ഏരിയയിലായിരിക്കും ഇന്റർവ്യൂ നടക്കുന്നത്, ചിലപ്പോൾ മറ്റേതെങ്കിലും ഫ്ലോറിലായിരിക്കും. അപ്പൊ കാൻഡിഡേറ്റ്സ് വരുന്ന സമയത്ത് അവരെ കറക്റ്റ് ആയിട്ട് ഡയറക്ട് ചെയ്ത് വിടാനുള്ള എല്ലാ നിർദ്ദേശങ്ങളും അവർക്ക് കൊടുത്തിരിക്കും. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടത് ഒരു ഇന്റർവ്യൂവിന്റെ ഭാഗമായിട്ട് നടത്തേണ്ട തയ്യാറെടുപ്പുകളാണ് പറഞ്ഞത് കേട്ടോ. അത് ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏറ്റവും മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. എന്താ ചെയ്യേണ്ടത്? ഇന്റർവ്യൂ പാനൽ ബോർഡ് അല്ലെ, അത് എന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ട് അവിടെ വൃത്തിയായിട്ടും പ്രൊഫഷണൽ ആയിട്ടും അറേഞ്ച് ചെയ്തിരിക്കണം. ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞ ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ടല്ലോ അവിടെ. എന്തായിരുന്നു അത്? ഫസ്റ്റ് okay, board members rearranged systematically with the authorized of the interview. Okay, ഒരു കാര്യം പറയാൻ വിട്ടുപോയി അല്ലെ. It is ornamental to display our expert name of the panelists. പറഞ്ഞില്ല, അത് വിട്ടുപോയി. അതായത് നമ്മളൊരു ഇന്റർവ്യൂ പാനൽ ബോർഡ് നമ്മൾ പറഞ്ഞല്ലോ വളരെ പ്രൊഫഷണൽ ആയിട്ട് വൃത്തിയായിട്ട് ക്രമീകരിക്കണം അല്ലെ. പരമാവധി നമ്മളൊരു വൈറ്റ് ക്ലോത്ത് വിരിക്കാം, ഭംഗിക്ക് വേണ്ടി ഒരു ഫ്ലവർ വൈസ് വയ്ക്കാവുന്നതാണ്. അതുപോലെ ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സിന്റെ പേരുണ്ടല്ലോ, അവരുടെ പേരുകള് അവിടെ ആ ഡയസില് ഡിസ്പ്ലേ ചെയ്യുന്നത് നല്ലതായിരിക്കും. അത് കുറച്ചുകൂടെ ഒരു പ്രൊഫഷണൽ ടച്ച് കൊടുക്കുന്ന ഒരു കാര്യമാണ്. ആരാണ്? ഇപ്പൊ HR മാനേജർ ആണ്, അദ്ദേഹത്തിന്റെ മുമ്പിൽ HR മാനേജർ, ആ വ്യക്തിയുടെ പേര് വേണമെന്നില്ല, എങ്കിൽ HR മാനേജർ, എന്താണ് അവരുടെ പൊസിഷൻ, അവരുടെ പേരുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ ഡയസിൽ ഡിസ്പ്ലേ ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ ഉദ്യോഗാർത്ഥികൾക്കും പാനൽ മെമ്പേഴ്സിനും അവർക്ക് ആവശ്യമായിട്ടുള്ള കുടിവെള്ളം, മറ്റ് റിഫ്രഷ്മെന്റ് അല്ലെ, അങ്ങനെയുള്ള സൗകര്യങ്ങളും അവിടെ അറേഞ്ച് ചെയ്തിരിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ ഫ്രണ്ട് ഓഫീസ് അഥവാ റിസപ്ഷൻ ഏരിയയിൽ അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാഫുകളെ ഇന്റർവ്യൂ നടക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ നിർദ്ദേശങ്ങളും വിവരങ്ങളും അവരെ ഇന്റിമേറ്റ് ചെയ്തിരിക്കണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലോ? ഓക്കെ. ഇനി അടുത്ത എന്താണ് പറയുന്നത്? A universal application form consisting of columns to be filled in such as post applied for, name, age, address, qualification, experience, last drawn salary, അതുപോലെ expected salary, joining time required with a space for affixing the photograph to be kept ready while induction of a new member. ഓക്കെ. അതുകൂടാതെ ഒരു യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ ഫോം. എന്തുകൊണ്ടാണ് അതൊരു യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ ഫോം ആണെന്ന് പറയാൻ കാരണം എന്താണ്? ബിക്കോസ് ഇറ്റ് ഈസ് എ സ്റ്റാൻഡർഡൈസ്ഡ് ഫോം ആണ്. എല്ലായിടത്തും ഒരുപോലെ ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലുമൊക്കെ ജോലികൾക്ക് എപ്പോഴെങ്കിലൊക്കെ ഇന്റർവ്യൂവിന് നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എല്ലായിടത്തും അങ്ങനെ ആവണമെന്നില്ല, പക്ഷെ ചില സ്ഥലങ്ങളിൽ ഉണ്ടാവാറുണ്ട്. നമ്മൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ അവർ നമുക്കൊരു ആപ്ലിക്കേഷൻ ഫോം തരും. ആ ഫോം നമ്മൾ എന്ത് ചെയ്യണം? ഫില്ല് ചെയ്യണം. ഫില്ല് ചെയ്ത് അവർ വന്ന് കളക്ട് ചെയ്തുകൊണ്ട് പോകും. ഇത് പോകുന്നത് നേരെ ഇന്റർവ്യൂ പാനൽ ബോർഡിലേക്കാണ് പോകുന്നത്. അതായത് അതാണ് ആ ഒരു ആപ്ലിക്കേഷൻ ഫോം. ഓക്കെ. ഒരു യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ ഫോം. ദാറ്റ് മീൻസ് അത് ആ ഒരു ഫോം എല്ലായിടത്തും എന്താണ്? സ്റ്റാൻഡർഡൈസ്ഡ് ആണ്, ഒരുപോലെയാണ്. അത് നമ്മുടെ ആപ്ലിക്കൻസ്, ദാറ്റ് മീൻസ് നമ്മൾ വരുന്ന ഉദ്യോഗാർത്ഥികള് ഫില്ല് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഫോം അവർക്ക് പ്രൊവൈഡ് ചെയ്യും.
അപ്പൊ അതിനകത്ത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും ഉണ്ടായിരിക്കുന്നത് എന്ന് വെച്ചാൽ കാൻഡിഡേറ്റിന്റെ പേര്, അവരുടെ വയസ്സ്, അവരുടെ വിലാസം, അവരുടെ ക്വാളിഫിക്കേഷൻ, അതുപോലെ അവരുടെ എക്സ്പീരിയൻസ്, അവര് ലാസ്റ്റ് എന്താ പറയാ വാങ്ങിച്ചിരുന്ന സാലറി എത്രയാണ്, അവർ പ്രതീക്ഷിക്കുന്ന സാലറി എത്രയാണ്, അതുപോലെ തന്നെ ജോയിനിങ് ടൈം, അവർക്ക് ഏത് ദിവസം അല്ലെങ്കിൽ എത്ര നാളെടുത്ത് അവർക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും, പിന്നെ അവരുടെ ഫോട്ടോ അഫിക്സ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ ഒരു ആപ്ലിക്കേഷൻ ഫോമിനകത്ത് ഉണ്ടായിരിക്കും. എന്ന് പറയുമ്പോൾ അതിനകത്ത് ആ ഒരു കാൻഡിഡേറ്റിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസുകളാണ് അതിനകത്ത് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് ആര് ഫില്ല് ചെയ്യണം? കാൻഡിഡേറ്റ് ഫില്ല് ചെയ്യണം. ഫില്ല് ചെയ്തിട്ട് ഈ ആപ്ലിക്കേഷൻ ഫോം എന്ത് ചെയ്യുന്നറിയോ, അവര് വന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോകും. അപ്പൊ അത് നേരെ പോകുന്നത് ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സിന്റെ അടുത്തേക്കാണ് ആ ഒരു ആപ്ലിക്കേഷൻ ഫോം പോകുന്നത്. അപ്പൊ അവർക്ക് അത് കിട്ടുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വരാൻ പോകുന്ന വ്യക്തിയുടെ ഏറ്റവും ബേസിക് ആയ കാര്യങ്ങളിൽ ബയോഡാറ്റയും കാര്യങ്ങളുണ്ട്, എങ്കിൽ കൂടിയും അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള പല കാര്യങ്ങളും ഏറ്റവും ബേസിക് ആയിട്ടുള്ള അവരുടെ ഇൻഫർമേഷൻസ് ഈ പറയുന്ന പാനൽ മെമ്പേഴ്സിന് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ആപ്ലിക്കേഷൻ ഫോം അവിടെ ഫില്ല് ചെയ്യുന്നത് കേട്ടോ. ഇനി നോക്കാം, എ യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ ഫോം is a universal format to be maintained for the easy identification with the essential information that will be deemed necessary for shortlisting a candidate. നമ്മൾ പറഞ്ഞല്ലോ അതിനൊരു സ്റ്റാൻഡേർഡ് യൂണിവേഴ്സൽ ഫോർമാറ്റ് എല്ലായിടത്തും അത് ഒരേപോലെ ആയിരിക്കും. പൊതുവെ ഇന്റർവ്യൂവിന് ഏത് സ്ഥാപനങ്ങൾ നമ്മൾ കൊടുക്കുന്ന ആ ഒരു ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത് നോർമലി ഒരുപോലെ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പൊ അതുവഴിയായിട്ട് നമുക്ക് ഒരു കാൻഡിഡേറ്റിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അത്യാവശ്യം വേണ്ട ബേസിക് ഡാറ്റകളും കാര്യങ്ങളും നമുക്ക് അതിലൂടെ ലഭിക്കും. Okay, എന്നിട്ടോ the interview panel members are provided with a filled up universal application form along with the detailed biodata and an assessment form for assessing the job aspirant during their personal interview. അങ്ങനെ ഒരു കാൻഡിഡേറ്റ് ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് നമ്മുടെ ഇന്റർവ്യൂ ബോർഡ് മെമ്പേഴ്സിന്റെ കയ്യിൽ 3 കാര്യങ്ങളാണ് അവരുടെ കയ്യിൽ കിട്ടുന്നത്. ഒന്ന്, കാൻഡിഡേറ്റ് ഫില്ല് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോം. ഓക്കെ, പിന്നെ രണ്ടാമത്തത് അവരുടെ ഡീറ്റെയിൽഡ് ബയോഡാറ്റ. അവരുടെ ഡീറ്റെയിൽഡ് ബയോഡാറ്റ. മൂന്നാമത് ഒരു കാര്യമുണ്ട്, അസസ്മെന്റ് ഫോം. പേര് സൂചിപ്പിക്കുന്നത് പോലെ എന്തായിരിക്കും അസസ്മെന്റ് ഫോം എന്ന് പറഞ്ഞാല്, നമ്മൾ ആ കാൻഡിഡേറ്റിനെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ നമുക്ക് വിലയിരുത്താൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെ, അതായത് പാനൽ മെമ്പേഴ്സ് അവര് അസസ് ചെയ്യുന്ന കാര്യങ്ങൾ അവർക്ക് രേഖപ്പെടുത്താനുള്ള ഒരു അസസ്മെന്റ് ഫോം ഉൾപ്പെടെയാണ് നമ്മൾ ആർക്ക് കൊടുക്കുന്നത്, ഈ പറയുന്ന പാനൽ മെമ്പേഴ്സിന്റെ കയ്യിൽ കൊടുക്കുന്നത്. 3 കാര്യങ്ങൾ കേട്ടോ. എന്തൊക്കെയാണ്? യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ ഫോം ദാറ്റ് ഈസ് ഫിൽഡ് ബൈ ദ കാൻഡിഡേറ്റ്, സെക്കൻഡ് വൺ ഡീറ്റെയിൽഡ് ബയോഡാറ്റ, തേർഡ് വൺ അസസ്മെന്റ് ഫോം. ക്ലിയർ ആയ 3 കാര്യങ്ങൾ ഓർത്തു പോവുക കേട്ടോ. എന്തൊക്കെയാണ് അവരുടെ മുമ്പിൽ കൊടുക്കുന്നതെന്ന് വെച്ചാൽ ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്, ഡീറ്റെയിൽഡ് ബയോഡാറ്റയുണ്ട്, ദെൻ അസസ്മെന്റ് ഫോം. ഈ 3 കാര്യങ്ങളാണ് നമ്മളൊരു പാനൽ മെമ്പേഴ്സിന്റെ മുമ്പിൽ സബ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത എന്താണ്? 1 set for each panel member will ease the process of their evaluation regarding the candidate. അപ്പൊ ആ ഓരോരുത്തർക്കും ഓരോ സെറ്റ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു ഇന്റർവ്യൂ കുറച്ചും കൂടെ എന്ത് ചെയ്യാൻ പറ്റും, കുറെ കൂടെ എളുപ്പമായിട്ട് നടത്താനായിട്ട് സാധിക്കും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായാലും അപ്പൊ ഒരു കോൾ ലെറ്റർ കൊടുത്തതിന് ശേഷം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞത് കേട്ടോ. നമ്മുടെ എങ്ങനെയാണ് ഇന്റർവ്യൂ പാനൽ ബോർഡൊക്കെ ക്രമീകരിക്കുന്നത്, അറേഞ്ച് ചെയ്യുന്നത്. ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ ആണോ? മനസ്സിലായില്ലേ? ഇനി അടുത്തത് എന്താണ് പറയുന്നത്? പാരാമീറ്റേഴ്സ് ഓൺ ഹൗ ടു അസസ് ആൻ ആസ്പിരന്റ്. അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് കേട്ടോ. എന്തൊക്കെ പാരാമീറ്റേഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഒരു കാൻഡിഡേറ്റിനെ വിലയിരുത്തുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ആൻസർ ആയിട്ട് പറയാം. അപ്പൊ ഒരുപാട് പാരാമീറ്റേഴ്സ് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പൊ വാട്ട് ആർ ദി ഇമ്പോർട്ടന്റ് പാരാമീറ്റേഴ്സ് ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ അസസിംഗ് എ കാൻഡിഡേറ്റ് ഡ്യൂറിംഗ് ആൻ ഇന്റർവ്യൂ കേട്ടോ. ഒരു ഇന്റർവ്യൂ സമയത്ത് ഒരു കാൻഡിഡേറ്റിനെ ഇന്റർവ്യൂ ചെയ്യാനായിട്ട്, അസസ് ചെയ്യാനായിട്ട് കേട്ടോ, വിലയിരുത്താനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പാരാമീറ്റേഴ്സുകൾ എന്തൊക്കെയാണ്, അതാണ് ഇന്ന് നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ എന്നാലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. Parameters on how to assess an aspirant. Okay, an aspirant can be interviewed in mainly on the basic criteria such as qualification, experience, places, salary criteria, joining time, etc. That means the candidate has to be assessed in some other aspects apart from the above. The following aspects have to be
കൺസിഡർഡ്. ഇപ്പോ നമുക്കറിയാം നമ്മൾ ഓൾറെഡി ഇത്രയും പ്രോസസ്സ് കഴിഞ്ഞു അല്ലെ. നമ്മൾക്ക് ആപ്ലിക്കേഷൻ കിട്ടി, നമ്മുടെ ഈ പറഞ്ഞ പോലെ നമ്മൾ കാറ്റഗറൈസ് ചെയ്തു, ഷോർട്ട് ലിസ്റ്റ് ഒക്കെ ചെയ്യുന്നത് പല പാരാമീറ്റേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ്. നമ്മൾ കോമൺലി ഉപയോഗിക്കുന്ന പാരാമീറ്റേഴ്സുകളാണ് മുന്നേ പറഞ്ഞത്. ക്വാളിഫിക്കേഷൻ അല്ലെ, നമ്മൾ എപ്പോഴും നമ്മൾ ആദ്യം തന്നെ നോക്കുന്ന അവരുടെ യോഗ്യത അനുസരിച്ചിട്ടാണ് അല്ലെ. ക്വാളിഫിക്കേഷൻ നോക്കും, അവരുടെ എക്സ്പീരിയൻസ് നോക്കും, അവരുടെ പ്ലേസ് നോക്കും, അവരുടെ ആ ഒരു ശമ്പളത്തിന്റെ സാലറി ക്രൈറ്റീരിയ എന്താണ്, അവർക്ക് എത്ര സമയം കൊണ്ട് അവർക്ക് ആ സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യാൻ പറ്റും അല്ലെ. ഇതൊക്കെ ഓരോ പാരാമീറ്റേഴ്സുകളാണ്. ഇങ്ങനെയുള്ള പാരാമീറ്റേഴ്സുകൾ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഓൾറെഡി ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് ആ പാരാമീറ്റേഴ്സ് ഉപയോഗിക്കാം. അതിന് പുറമെ നമ്മൾ മറ്റു പല പാരാമീറ്റേഴ്സുകളും ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത്, കാൻഡിഡേറ്റിനെ അസസ് ചെയ്യുന്നത്. കാരണം ഓൾറെഡി നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടാണ് ഇവർ ഇന്റർവ്യൂവിന് വിളിക്കുന്നത്. നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തത് തന്നെ ഈ പറയുന്ന പാരാമീറ്റേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ്. പിന്നീട് നമുക്ക് വീണ്ടും അത് വെച്ച് അസസ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അതിന് പുറമെ മറ്റു പല പാരാമീറ്റേഴ്സുകളും ഉപയോഗപ്പെടുത്തിയിട്ടായിരിക്കണം നമ്മളൊരു ഇന്റർവ്യൂ സമയത്ത് എന്ത് ചെയ്യേണ്ടത്, കാൻഡിഡേറ്റിനെ അസസ് ചെയ്യുന്നത്. അപ്പൊ വാട്ട് ആർ ദ പാരാമീറ്റേഴ്സ്, എന്തൊക്കെ പാരാമീറ്റേഴ്സുകളാണ് അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അസസ്മെന്റ് വിൽ ബി ബേസ്ഡ് മെയിൻലി ഓൺ സർട്ടൻ പാരാമീറ്റേഴ്സ്. ഏതൊക്കെയാണ് ആ പാരാമീറ്റേഴ്സ് പഠിച്ചു വെക്കുക കേട്ടോ. ഇതൊക്കെയാണ് പേഴ്സണാലിറ്റി അല്ലെ. സാധാരണ ഒരു ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് നമ്മളുള്ള അസസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെയാണ്. ഒന്ന് നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മുടെ വ്യക്തിത്വം നോക്കും അല്ലെ. പിന്നെന്താണ് അപ്പിയറൻസ്. ഇത് വളരെ ഇമ്പോർട്ടന്റ്. നമ്മളൊരു ഇന്റർവ്യൂവിന് എങ്ങനെയാ പോവുക, നമ്മള് മോശം ലക്ഷ്യത്തിലാണോ പോവുക അല്ലെ. നമ്മൾ നല്ല അപ്പിയറൻസോടുകൂടി, എന്തുകൊണ്ടാ അതിലൂടെ നമ്മൾ അളക്കുന്നുണ്ട് അല്ലെ. അപ്പിയറൻസ് അല്ലെ, അതായത് അവരുടെ ആ ഒരു വേഷവിധാനം അല്ലെ, അവരുടെ ആ ഒരു വൃത്തി അല്ലെ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള് നമ്മളൊരു ഇന്റർവ്യൂവിൽ വെൽ ഡ്രസ്ഡ്, അതായത് കൃഷ്ണേന്തോ തന്നെ വെൽ ഡ്രസ്ഡ് ആയിട്ടാണ് നമ്മൾ പോകുന്നത് അല്ലെ. പിന്നെ ബോഡി ലാംഗ്വേജ്, അതായത് നമ്മളുടെ ബോഡി ലാംഗ്വേജ് ഇപ്പൊ നമ്മൾ സംസാരിക്കുമ്പോഴാണെങ്കിലും നമ്മൾ ഇരിക്കുമ്പോഴാണെങ്കിലും നമ്മളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ ആയത്, നമ്മളുടെ കൈകളുടെ മൂവ്മെന്റ്സ്, നമ്മൾ ഇരിക്കുന്നത്, നമ്മുടെ ആ ഒരു എന്താ പറയാ, നമ്മുടെ ബോഡി മൂവ്മെന്റ്സുകള് അല്ലെ, ജെസ്റ്റേഴ്സുകള്, ഇതൊക്കെയാണ് ബോഡി ലാംഗ്വേജിൽ വരുന്നത്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ അളക്കുന്നുണ്ട്. ഇതൊക്കെ നോക്കുന്നുണ്ട്. ഒരു ഇന്റർവ്യൂ സമയത്ത് ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും അവിടെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ആ ഒരു അപ്പിയറൻസ് മാത്രമല്ല, നമ്മുടെ സംസാര രീതി, നമ്മുടെ ജെസ്റ്റേഴ്സ്, നമ്മുടെ ആക്ഷൻസ്, നമ്മുടെ മൂവ്മെന്റ്സുകൾ, ഇതൊക്കെ അവിടെ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, മോണിറ്റർ ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്നാണ് ഐ കോണ്ടാക്ട്. കണ്ണുകളിൽ നോക്കി അല്ലെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ്. നമ്മളെപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ടാവും അല്ലെ. നമ്മളെപ്പോഴും ഒരാളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അവരുടെ കണ്ണുകളിൽ നോക്കിയിട്ടാണ് നമ്മൾ സംസാരിക്കേണ്ടത് അല്ലെ. എന്തുകൊണ്ടാ, ആ ഒരു കോൺഫിഡൻസ് ആണ് കാണിക്കുന്നത് അല്ലെ. നമ്മളൊരാളെ നമുക്ക് നേരിട്ട് കണ്ണിൽ നോക്കി സംസാരിക്കും, നമ്മൾ അവിടെ ഇവിടെയൊക്കെ നോക്കി സംസാരിക്കുന്നത് നമ്മളുടെ ഒരു ആത്മവിശ്വാസ കുറവിനെയാണ് കാണിക്കുന്നത് അല്ലെ. നമ്മൾ പറയുന്നത് ചിലപ്പോൾ ആന മണ്ടത്തരാണെങ്കിലും നമ്മൾ പറയുന്ന കാര്യം എപ്പോഴും എന്താണ്, നേരിട്ട് നമ്മൾ സംസാരിക്കുക. ഇപ്പോഴും ഒരു ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ നമ്മളുടെ സബ്ജക്റ്റിലുള്ള നോളജ് മാത്രമല്ല അവിടെ നോക്കുന്നത്, അതിലുള്ള അറിവ് മാത്രമല്ല, നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മൾ ചില കാര്യങ്ങൾ കോൺഫിഡന്റ് ആയിട്ട് പറയുന്നുണ്ടോ, പക്ഷെ തെറ്റായിരിക്കാം, എങ്കിൽ കൂടിയും നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയാൻ കഴിയുന്നുണ്ട്. അതൊക്കെയാണ് അവിടെ നോക്കുന്നത് കേട്ടോ. അപ്പൊ ഐ കോണ്ടാക്ട്. പിന്നെ കമ്മ്യൂണിക്കേഷൻ, എത്രത്തോളം കാര്യങ്ങൾ വ്യക്തമായിട്ട് മറ്റൊരാളിലോട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ ഇന്റഗ്രിറ്റി. എന്താ ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്, അതായത് നമ്മള് ഈ പറയില്ലേ, നമ്മള് വളരെ ഓണസ്റ്റ് ആയിട്ട്, നമ്മൾ സത്യസന്ധതയോടുകൂടി അല്ലെ, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു എന്താ പറയാ ട്രസ്റ്റോട് കൂടിയിട്ട് ആ വാല്യൂസ് ഒക്കെ ഉണ്ടല്ലോ, യെസ്, ആ വാല്യൂസ് ഒക്കെ ഇങ്ങനെ കീപ്പ് ചെയ്യുന്നു അല്ലെ. ഇപ്പൊ നമ്മളുടെ പെരുമാറ്റം അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ക്യാരക്ടർ അല്ലെ, ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ള പല വാല്യൂസിനും റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓണസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടോ അല്ലെ, നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടോ അല്ലെ, നമ്മൾ വേണ്ട വാല്യൂസ് നമ്മൾ കീപ്പ് ചെയ്തുകൊണ്ടാണോ നമ്മൾ പെരുമാറുന്നത്, ഇതൊക്കെ അവിടെ, അതാണ് ഇന്റഗ്രിറ്റി എന്നോട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ. അതുപോലെ തന്നെ മറ്റൊന്നാണ് ആറ്റിറ്റ്യൂഡ്, മനോഭാവം. ഇപ്പൊ എന്തെങ്കിലും കാര്യങ്ങളെ പറ്റിയുള്ള നമ്മുടെ മനോഭാവം എന്താണ് അല്ലെ. ഓക്കെ. പിന്നെ റെസ്പോൺസ് ടു ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു. ഇപ്പൊ നമുക്ക് അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ അറിയില്ല എന്ന് തന്നെ പറയാം. അല്ലാണ്ട് അറിയാത്ത കാര്യങ്ങളെ പറ്റി നമ്മൾ നമ്മുടെ ഊഹത്തിന്റെ പുറത്ത് പറയേണ്ട കാര്യം, അറിയില്ലെങ്കിൽ ഓക്കെ അത് അറിയില്ല എന്ന് തന്നെ പറയാനായിട്ടുള്ളൊരു അല്ലെ ഒരു ധൈര്യം നമുക്കുണ്ടാകണം. സോ റെസ്പോൺസ് ടു ക്വസ്റ്റ്യൻസ്. പിന്നെ ക്യാരക്ടർ, ഓക്കെ, ദെൻ ബിഹേവിയർ, പെരുമാറ്റം. ഓക്കെ, ബിഹേവിയർ എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു സമയത്ത് മാത്രം
നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ് അല്ലെ. ക്യാരക്ടർ എന്നൊക്കെ പറയുന്ന ആ ഒരു സമയം കൊണ്ട് ഒരാളുടെ ക്യാരക്ടർ നമുക്ക് അസസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എങ്കിൽ കൂടിയും നമുക്ക് ഏകദേശം അല്ലെ ഇത് അറിയാൻ പറ്റും. ക്യാരക്ടർ, അവരുടെ ബിഹേവിയർ, പിന്നെ അവരുടെ കോൺഫിഡൻസ് അല്ലെ, അവരുടെ ആത്മവിശ്വാസം, അവരുടെ അപ്രോച്ച്, സമീപനം. ഇപ്പൊ അവരുടെ സമീപനത്തെ പറ്റി മനസ്സിലാക്കാൻ പല രീതിയിലുള്ള ചോദ്യങ്ങൾ അവർ ചോദിക്കാം. അപ്പൊ ഓരോന്നിനോടുള്ള അവരുടെ സമീപനം എങ്ങനെയാണ് അല്ലെ. ചിലപ്പോൾ ചില ചോദ്യങ്ങളിലൂടെ അവർക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണോ നെഗറ്റീവ് ആയിട്ടുള്ള അപ്രോച്ച് ആണോ എന്നൊക്കെ ഉള്ളത് അവർക്ക് അറിയാൻ സാധിക്കും. അതുപോലെ പറയുന്നത് മറ്റൊന്ന് ടെക്നിക്കൽ നോളജ് ആണ് കേട്ടോ. അതായത് നമുക്ക് ആ ജോലി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സാങ്കേതികമായിട്ടുള്ള കഴിവ്. ചില ജോലികൾക്ക് നമുക്ക് കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യാൻ അറിയണം അല്ലെ, ചില കാര്യങ്ങൾ അങ്ങനെയുണ്ട്. അപ്പൊ അങ്ങനെ സാങ്കേതികമായിട്ടുള്ള അറിവുകൾ എത്രത്തോളം ഉണ്ട്. ദെൻ ഈ പറയുന്ന പോലെ അതർ കൃഷ്ണൻ സ്കിൽസ്, ദെൻ പ്രാക്ടിക്കൽ നോളജ്, പ്രായോഗികമായിട്ടുള്ള അറിവ്. നമ്മൾ പുസ്തകത്തിൽ പഠിക്കുന്ന തിയറി മാത്രമാണ് അല്ലെ. നമ്മൾ പ്രാക്ടിക്കലി നമ്മൾക്ക് എത്രത്തോളം പ്രായോഗികമായിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് എത്രത്തോളം അപ്ലൈ ചെയ്യാനുണ്ട് എന്നുള്ള ആ ഒരു പ്രാക്ടിക്കൽ നോളജും കൂടെ. ഇതൊക്കെ എന്താണ് ഓരോ പാരാമീറ്റേഴ്സ് ആണ് കേട്ടോ. അപ്പൊ ഈ പറയുന്ന പാരാമീറ്റേഴ്സുകൾ നമുക്ക് എന്തിലും ഉപയോഗിക്കാം. ഒരു ഇന്റർവ്യൂവിൽ ഒരു കാൻഡിഡേറ്റിനെ അസസ് ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന പാരാമീറ്റേഴ്സ്. അപ്പൊ നിങ്ങൾ ചോദിക്കും ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസും അതൊക്കെ പാരാമീറ്റേഴ്സിലാണ്. പാരാമീറ്റേഴ്സ് ആണ്. അതിന് പുറമേ ഉള്ള മറ്റു പല പാരാമീറ്റേഴ്സുകളാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ കേട്ടോ. പേഴ്സണാലിറ്റി, അപ്പിയറൻസ്, ബോഡി ലാംഗ്വേജിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത എന്താണ്, HR manager can at his liberty add more parameters for the assessment based on the category of the recruiter. This enables the HRM or the interview panel to assess and procure the real candidate. ഇപ്പൊ നമ്മൾ ഏതാനും പാരാമീറ്റേഴ്സ് മാത്രമാണ് പറഞ്ഞത് കേട്ടോ. പക്ഷെ ഒരു HR മാനേജറിനെ സംബന്ധിച്ച് അവർക്ക് കാൻഡിഡേറ്റിനെ അസസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതിൽ കൂടുതൽ പാരാമീറ്റേഴ്സുകളും അവർക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, ഏത് കാറ്റഗറിയിലേക്കാണോ ഇന്റർവ്യൂ നടത്തുന്നത് അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഈ പറഞ്ഞതിൽ കൂടുതൽ പാരാമീറ്റേഴ്സുകൾ HR മാനേജറിന് ആഡ് ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ട് അവർക്ക്. അതിനുള്ള അധികാരം അവർക്കുണ്ട്. അപ്പൊ അതുവഴി നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന് അല്ലെങ്കിൽ ഇന്റർവ്യൂ പാനലിന് ഏറ്റവും റിയൽ ആയിട്ടുള്ള ഒരു ടാലന്റിനെ അതുവഴി നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. നമ്മൾ എത്രത്തോളം കൂടുതൽ പാരാമീറ്റേഴ്സുകൾ നമ്മൾ ഉപയോഗിക്കുന്നോ അത്രത്തോളം നമുക്ക് ടാലന്റഡ് ആയിട്ടുള്ള ആളുകളെ നമുക്ക് കണ്ടെത്തിയെടുക്കാനായിട്ട് സാധിക്കും എന്നാണ് മനസ്സിലാക്കുന്നത് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഒന്ന് വായിച്ചു നോക്കി. ഇന്ന് എടുത്ത് അത്രയും ഭാഗമൊന്നും പെട്ടെന്ന് ഒന്ന് വായിച്ചു നോക്കി. നമ്മൾ എങ്ങനെയാണ് ഒരു ഇന്റർവ്യൂ നമ്മൾ ക്രമീകരിക്കുന്നത്, പിന്നെ നമ്മൾ ഇന്റർവ്യൂവിൽ ഉപയോഗിക്കുന്ന പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഒന്ന് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് പറയട്ടെ, അടുത്തത് പറയട്ടെ. വായിച്ചു നോക്കിയില്ലേ? നെക്സ്റ്റ് പറയട്ടെ. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളതാണ് HR സ്റ്റാൻഡേർഡ് ക്വസ്റ്റിനെയർ കേട്ടോ. എന്താണ് HR സ്റ്റാൻഡേർഡ് ക്വസ്റ്റിനെയർ എന്ന് നോക്കാം. ആദ്യത്തെ ഒരു സെന്റൻസ് ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. വാട്ട് ഈസ് HR സ്റ്റാൻഡേർഡ് ക്വസ്റ്റിനെയർ എന്ന് ചോദിച്ചാൽ, HR സ്റ്റാൻഡേർഡ് ക്വസ്റ്റിനെയർ is a specimen of questions intended to be prepared for evaluating an aspirant during an interview. അണ്ടർലൈൻ ചെയ്യാട്ടോ. ഡെഫിനേഷൻ ആണ് പറഞ്ഞത്. എന്താണ് HR സ്റ്റാൻഡേർഡ് ക്വസ്റ്റിനെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? It is a specimen of questions intended to be prepared for evaluating an aspirant during an interview. ഒരു ഇന്റർവ്യൂ സമയത്ത് ഒരു കാൻഡിഡേറ്റിനെ വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കുന്ന ചോദ്യങ്ങളുടെ ഒരു മാതൃകയാണിത് HR സ്റ്റാൻഡേർഡ് ക്വസ്റ്റിനെയർ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒരു ഇന്റർവ്യൂവിന് നമ്മുടെ കാൻഡിഡേറ്റിനെ ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കുന്ന ചോദ്യങ്ങളുടെ മാതൃകയാണ് HR സ്റ്റാൻഡേർഡ് ക്വസ്റ്റിനെയർ എന്ന് പറയുന്നത്. അപ്പോ എന്താണ് ഇതിന്റെ ആവശ്യം? ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റിനെയർ തയ്യാറാക്കുന്നത്. അതിനെ പറ്റിയിട്ടാണ് നെക്സ്റ്റ് പറയുന്നത് കേട്ടോ. HR manager and the administrator may be experienced persons and spontaneous questions based on the line of discussion.
നമ്മൾ നേരത്തെ കാറ്റഗറി പഠിച്ചപ്പോഴും സ്പെസിഫിക് ഓഫ് ഇന്റർവ്യൂ പാനലൊക്കെ പഠിച്ചു കഴിയുമ്പോൾ നമുക്കറിയാം അല്ലെ, എല്ലാത്തിലും കോമൺ ആയിട്ട് വരുന്ന ഇന്റർവ്യൂ പാനലിൽ കോമൺ ആയിട്ട് വരുന്ന ആൾക്കാരായിരിക്കാം HR മാനേജർ ഉണ്ട്, അതുപോലെ ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേറ്റർ എല്ലാത്തിനും കോമൺ ആണ് അല്ലെ. അപ്പൊ അവരെ സംബന്ധിച്ച് അവർ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അങ്ങനെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് അവർക്ക് ആ ഡിസ്കഷന്റെ സമയത്ത് മീൻസ് ഇന്റർവ്യൂ നടത്തുന്ന സമയത്ത് അവർക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ബിക്കോസ് ദേ ആർ എക്സ്പീരിയൻസ്ഡ് പേഴ്സൺസ് അല്ലെ, ആ ഒരു ഫീൽഡിൽ എക്സ്പീരിയൻസ്ഡ് ആയതുകൊണ്ട് തന്നെ അവർക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് ചോദ്യങ്ങൾ അവർക്ക് ചോദിക്കാം. അതേസമയം എന്താണ്, മാനേജ്മെന്റ് പാനൽ ഇൻ ദ ഇന്റർവ്യൂ ബോർഡ് മേ നോട്ട് ബി ഫുള്ളി അവെയർ ഓഫ് ദ ടൈപ്പ് ഓഫ് ഇവാലുവേഷൻ since they come from different backgrounds, maybe technical, business or any other irrelevant field അല്ലെ. അതേസമയം നമ്മുടെ ഇന്റർവ്യൂ ബോർഡിനടുത്ത് മാനേജ്മെന്റ് പാനൽ എന്ന് പറയുന്നത് അവര് പലപ്പോഴും പല പശ്ചാത്തലങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരായിരിക്കാം അല്ലെ. ചിലപ്പോൾ വേറെ ടെക്നിക്കൽ ഫീൽഡിൽ നിന്ന് വരുന്ന ആൾക്കാരെ അവർക്ക് അതിന് മാത്രമേ നോളജ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ മറ്റേതെങ്കിലും ബിസിനസ്സോ മറ്റേതെങ്കിലും ഇതുമായിട്ട് ബന്ധമില്ലാത്ത മറ്റേതെങ്കിലും ഫീൽഡിൽ നിന്ന് ആ ഒരു പശ്ചാത്തലത്തിൽ വരുന്ന ആളുകളായിരിക്കാം ഒരുപക്ഷെ മാനേജ്മെന്റ് പാനലിൽ വരുന്നത്. അപ്പൊ അവർക്ക് ഒരിക്കലും ഒരു കാൻഡിഡേറ്റിനെ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യണം, എങ്ങനെ ചോദിക്കണം എന്നതിനെ പറ്റി ചിലപ്പോൾ അവർക്ക് ഒരു വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടാകുന്നില്ല. പക്ഷെ HR മാനേജർ അഡ്മിനിസ്ട്രേറ്ററും കോമൺ ഫാക്ടേഴ്സ് ആണ്. അവർ എക്സ്പീരിയൻസ്ഡ് ആയതുകൊണ്ട് തന്നെ അവർക്ക് ചോദിക്കാം, എന്ത് വേണമെങ്കിലും റാൻഡം ആയിട്ട് അവർക്ക് ചോദിക്കാം. പക്ഷെ മാനേജ്മെന്റ് പാനലിൽ ഒരു പക്ഷെ പല പശ്ചാത്തലത്തിൽ നിന്ന് വരുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഇങ്ങനെ ഒരു കാൻഡിഡേറ്റിനെ ഇവാലുവേറ്റ് ചെയ്യണം എന്നതിനെ പറ്റി ചിലപ്പോൾ അവർക്ക് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടാവണമെന്നില്ല. ഒന്നും അറിയാതിരിക്കില്ല, പക്ഷെ ഭയങ്കര ക്ലാരിറ്റി ഉള്ളൊരു അവയർനെസ് അവർക്ക് ഉണ്ടാവണമെന്നില്ല. ഓക്കെ, ആ സന്ദർഭത്തില് അപ്പോഴാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, HR സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യനെയർ ഉപയോഗിക്കുന്നത്. മനസ്സിലായല്ലോ? In this context, the ready-made questionnaire will suffice the purpose of the management representative to show his active presence in the interview assessment. അതൊന്ന് അണ്ടർലൈൻ ചെയ്തേ, active presence in the interview assessment by asking relevant and professional questions. Okay, then അടുത്തതും മാർക്ക് ചെയ്യാം. This will also safeguard the professionalism of the management. കണ്ടോ? അപ്പോ അങ്ങനെ വരുമ്പോ അവർക്ക് നമ്മൾ ഇങ്ങനെ തയ്യാറാക്കുന്ന HR സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യനെയർ ഉപയോഗിച്ചുകൊണ്ട് മാനേജ്മെന്റ് പാനൽ മെമ്പേഴ്സിന് കുറെ കൂടെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റും അല്ലെ. അതെ, ചോദ്യങ്ങൾ ചോദിക്കുന്നത് മാത്രമല്ല അവർക്ക് ആ ഒരു ഇന്റർവ്യൂവില് അവരുടെ സജീവമായിട്ടുള്ള ഒരു പങ്കാളിത്തം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് അവർക്ക് കാണിക്കാനായിട്ട് സാധിക്കും. പിന്നെ അതുവഴി നമുക്ക് ആ ഒരു ഇന്റർവ്യൂവിന്റെ പ്രൊഫഷണലിസം കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറെ കൂടെ പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കും. മനസ്സിലായി? 3 കാര്യങ്ങളാണ് നിങ്ങൾ ഓർക്കേണ്ടത്. അപ്പൊ എന്താണ് സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യനെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മളൊരു ഇന്റർവ്യൂവിൽ ഒരു കാൻഡിഡേറ്റിനെ വിലയിരുത്താനായിട്ട് നമ്മൾ മുൻകൂട്ടി തയ്യാറാക്കുന്ന ചോദ്യങ്ങളുടെ ഒരു മാതൃകയാണ് ഇത്. അതാണ് HR സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത്. ഇതിന്റെ പർപ്പസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഇന്റർവ്യൂ ബോർഡിലെ മാനേജ്മെന്റ് പാനൽ മെമ്പേഴ്സിന് ഒരുപക്ഷെ ഒരു കാൻഡിഡേറ്റിനെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള വ്യക്തമായ ധാരണ ഉണ്ടാവില്ല. അപ്പൊ പ്രത്യേകിച്ച് എന്തുകൊണ്ടാണ് ഒരു പല പശ്ചാത്തലത്തിൽ വരുന്ന ആളുകളായതുകൊണ്ടാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യനെയർ അവർക്ക് അവൈലബിൾ ആക്കുകയാണെങ്കിൽ അവർക്ക് കുറേയും കൂടെ റിലവന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാനും അവരോട് ചോദിക്കാൻ സാധിക്കും. അതുപോലെ ആ ഇന്റർവ്യൂവിൽ അവരുടെ സജീവമായ ഒരു പങ്കാളിത്തം അവർക്ക് കാണിക്കാൻ പറ്റും. അതുപോലെ ഇന്റർവ്യൂവിന്റെ പ്രൊഫഷണലിസം നമുക്ക് അവിടെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊക്കെയാണ് എന്തിന്റെ ഗുണം, HR സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യനെയറിന്റെ ഗുണം അതാണ് കേട്ടോ. മനസ്സിലായോ? ഓക്കെ അല്ലേ? ബോറടിക്കുന്നുണ്ടോ നമുക്ക്? ക്ലാസ് ബോറടിക്കുന്നുണ്ടോ? ഓക്കെ, അപ്പൊ നോക്കിക്കോ, ഇനി നമുക്ക് HR സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യനെയറിന്റെ ഒരു മോഡൽ നോക്കാം നമുക്ക്. ഓക്കെ, നോക്കാം കേട്ടോ. എന്താണ് പ്രീതിക്ക് ബോറടിക്കുന്നുണ്ട്? ഓക്കെ, ബാക്കി ആർക്കും പ്രശ്നമില്ല. അതെന്റെ കുഴപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല, എനിക്ക് ആ ടോപ്പിക്കിന്റെ കുഴപ്പമായിരിക്കും. ഓക്കെ, അപ്പൊ നോക്കാം. സ്പെസിമെൻ ഓഫ് ആൻ HR സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യനെയർ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതി കേട്ടോ. ഒരു മോഡൽ അറിയാൻ വേണ്ടി കൊടുത്തേക്കാണ്. കൈൻഡ്ലി ഡിസ്ക്രൈബ് യുവർ സെൽഫ്. പൊതുവെ ഏതൊരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ അല്ലെ, സെൽഫ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാനൊക്കെ ആവശ്യപ്പെടാറുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ കൈൻഡ്ലി ഡിസ്ക്രൈബ് യുവർ സെൽഫ്, അതായത് നിങ്ങളെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ വാട്ട് ഇസ് ദ ടോട്ടൽ എക്സ്പീരിയൻസ് യു ആർ ഹാവിംഗ്, ഇതൊക്കെ ചോദിക്കാവുന്ന കാര്യങ്ങളാണ് അല്ലെ. നിങ്ങൾക്ക് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, അതുപോലെ വൈ ആർ യു പ്ലാനിങ് ടു ലീവ് ദ പ്രസന്റ് കമ്പനി, റീസൺസ്.
നിലവിലെ ജോലി നിങ്ങൾ ലീവ് ചെയ്യാനുള്ള കാരണം എന്താണ്? ഓൾറെഡി പ്രഷർ അല്ല, ഓൾറെഡി ജോലിയുള്ള ആൾക്കാർ, ജോലി ചെയ്തിട്ട് ലീവ് മറ്റു ജോലികൾ ചെയ്തിട്ട് വരുന്ന ആൾക്കാരുണ്ടല്ലോ, അപ്പൊ അവരോടൊക്കെ ചോദിക്കാവുന്ന ഒരു കാര്യമാണ് അല്ലെ, എന്തുകൊണ്ടാണ് നിലവിലെ കമ്പനി ലീവ് ചെയ്യാനുള്ള കാരണം എന്താണ്, അതുപോലെ തന്നെ എന്തുകൊണ്ടായിരിക്കും കമ്പനി നിങ്ങളെ ഹയർ ചെയ്യുന്നത് അല്ലെ, നിങ്ങളെ ജോലിക്ക് എടുക്കാനുള്ള കാരണം എന്താണ്. ഇതിൽ കുറെ സൈക്കോളജിക്കൽ ആയിട്ടും അല്ലാണ്ടും നേരത്തെ പറഞ്ഞ കുറെ കാര്യങ്ങൾ അസസ് ചെയ്യപ്പെടുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ആർ യു കോൺഫിഡന്റ് ഇൻ അണ്ടർടേക്കിംഗ് ദിസ് ഓൾ റെസ്പോൺസിബിലിറ്റി, ഒറ്റയ്ക്ക് ഉത്തരവാദിത്തങ്ങളൊക്കെ എടുക്കാനായിട്ട് നിങ്ങൾ ആത്മവിശ്വാസം ഉള്ളവരാണോ? ചിലപ്പോൾ അങ്ങനെയുള്ള ജോലികളൊക്കെ ഇവർ ഏൽപ്പിക്കേണ്ടി വരുമായിരിക്കാം. അപ്പൊ അതൊക്കെ അവർ ചെയ്യാൻ എന്താണ് കേപ്പബിൾ ആണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അവരോട് ചോദിക്കുന്നത്. ഒറ്റയ്ക്ക് ഉത്തരവാദിത്തങ്ങൾ എടുക്കാൻ നിങ്ങൾ കോൺഫിഡന്റ് ആണോ? അതുപോലെ ഹൗ ലോങ് വിൽ യു സ്റ്റേ, നിങ്ങൾ നമ്മുടെ കമ്പനിയിൽ എത്ര നാൾ നിങ്ങൾ സ്റ്റേ ചെയ്യും, നിങ്ങളുടെ നിലവിലെ സാലറി എത്രയാണ്, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സാലറി എത്രയാണ്, നിങ്ങളുടെ കുടുംബ പശ്ചാത്തലം, അതുപോലെ ഇന്ത്യയിൽ എവിടെയും നിങ്ങൾ സെർവ് ചെയ്യാനായിട്ട് വർക്ക് ചെയ്യാൻ റെഡി ആണോ, പെട്ടെന്ന് ആവശ്യപ്പെടുകയാണ് അറ്റ് ഷോർട്ട് നോട്ടീസ് വിൽ യു ബി ഏബിൾ ടു മൂവ് ഫ്രം വൺ പ്ലേസ് ടു അനദർ, അല്ലെ പെട്ടെന്ന് ആവശ്യപ്പെടുകയാണെങ്കിൽ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് നിങ്ങൾക്ക് പോകാനായിട്ട്, അതായത് ട്രാൻസ്ഫർ ഒക്കെ വരുന്ന സമയത്ത് അത് തയ്യാറാണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ആർ യു ഷോർട്ട് ടെമ്പർ, നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവമാണോ? ആർ യു ടീം പ്ലെയർ, ഒരു ടീമിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമോ അല്ലെ, അപ്പൊ അവർക്ക് കൊടുക്കുന്ന ജോലിയിൽ അങ്ങനത്തെ നേച്ചർ ഒക്കെ വരാം അല്ലെ. ദെൻ വാട്ട് ആർ യുവർ പോസിറ്റീവ് തിങ്സ് യു ഫൈൻഡ് ഇൻ യുവർ സെൽഫ്, നമുക്ക് എപ്പോഴും ഇന്റർവ്യൂവിന് ചോദിക്കാറുണ്ട് നിങ്ങളുടെ പോസിറ്റീവ്സും നിങ്ങളുടെ നെഗറ്റീവ്സും ഒക്കെ നിങ്ങൾ അവരോട് തന്നെ പറയാൻ ആവശ്യപ്പെടാറുണ്ട് അല്ലെ. ഓക്കെ, അത് തന്നെ വാട്ട് ആർ ദ നെഗറ്റീവ് തിങ്സ് യു ഫൈൻഡ് ഇൻ യുവർ സെൽഫ്. യുവർ ഹോബി ചോദിക്കാറുണ്ട്. ഡു യു സ്ട്രെസ് ഡ്യൂറിംഗ് യുവർ വർക്ക്, അല്ലെ ജോലി സമയത്ത് നിങ്ങൾക്ക് മാനസിക സമ്മർദ്ദം അനുഭവപ്പെടാറുണ്ടോ? അതുപോലെ ഡു യു ഹാവ് എനി വീക്ക് പോയിന്റ്സ്, നിങ്ങൾക്ക് എന്തെങ്കിലും ബലഹീനതകളുണ്ടോ മീൻസ് ജോലി സംബന്ധമായിട്ട്. വാട്ട് ഈസ് യുവർ ലെറ്റർ ഡ്രാഫ്റ്റിംഗ് കപ്പാസിറ്റി, ലെറ്റർ തയ്യാറാക്കാനുള്ള നിങ്ങളുടെ കഴിവ് എത്രത്തോളം ഉണ്ട്. ആർ യു കമ്പ്യൂട്ടർ ലിറ്ററേറ്റ്, നിങ്ങൾ കമ്പ്യൂട്ടർ സാക്ഷരതയുള്ളവരാണോ? ഇന്നത്തെ കാലത്തൊക്കെ ഉപയോഗിക്കുന്നത് ടെക്നിക്കൽ കാര്യങ്ങളാണ് ഇപ്പൊ അവിടെ നടക്കുന്നത് അല്ലെ. എനി സ്പെഷ്യൽ ഇൻസിഡൻസ് ദാറ്റ് യു കനോട്ട് ഫോർഗെറ്റ് ഇൻ യുവർ ലൈഫ്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മറക്കാനാവാത്ത എന്തെങ്കിലും പ്രത്യേക സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ എനി സ്പെഷ്യൽ ഇൻസിഡന്റ് ദാറ്റ് യു കനോട്ട് ഫോർഗെറ്റ് ഇൻ യുവർ കരിയർ, നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് മറക്കാൻ കഴിയാത്ത എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ തോന്നുന്നത് തികച്ചും പേഴ്സണൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണല്ലോ അല്ലെ, വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഇതൊക്കെയാണ് ചോദിക്കണമെന്ന് തോന്നുന്നത്. പക്ഷെ അല്ല, ഇങ്ങനെയുള്ള ചോദ്യങ്ങളിലൂടെ അവരുടെ പേഴ്സണാലിറ്റി, അവരുടെ അപ്രോച്ച്, അവരുടെ ആറ്റിറ്റ്യൂഡ് അല്ല, ഓരോ കാര്യങ്ങളോടുള്ള അവരുടെ സമീപനം ഒക്കെ അതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, അളന്നെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെന്താണ് എനി സ്പെഷ്യൽ ഇൻസിഡൻസ് ദാറ്റ് മെയ്ഡ് യു ഫീൽ അറ്റ് ഹാർട്ട്, നിങ്ങൾക്ക് തട്ടുന്ന രീതിയിൽ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അതുപോലെ ഡിഡ് യു റിസീവ് എനി അപ്രീസിയേഷൻസ് ഫ്രം യുവർ റിപ്പോർട്ടിംഗ് ഓഫീസർ, നിങ്ങളുടെ റിപ്പോർട്ടിംഗ് ഓഫീസറിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അപ്രീസിയേഷൻസുകൾ ലഭിച്ചിട്ടുണ്ടോ? ഡു യു ബിലീവ് ഇൻ എ ജോബ് ഓർ എ ബ്രൈറ്റ് കാരിയർ, നിങ്ങൾ വെറും ഒരു ജോലിയിലാണോ അതോ നിങ്ങൾ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കരിയറിലാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? ഓക്കെ, അങ്ങനെയൊക്കെ ചോദിക്കാം. അതുപോലെ ഹൗ ലോങ് യു റിക്വയർ ടു ജോയിൻ അവർ ഓർഗനൈസേഷൻ, നമ്മുടെ സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എത്ര സമയം വേണം കേട്ടോ. അപ്പൊ ഇത് കേൾക്കുമ്പോൾ നമുക്ക് വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഫ്രണ്ട്ലി ക്വസ്റ്റ്യൻസ് ആണെന്ന് തോന്നും. പക്ഷെ എങ്കിൽ കൂടിയും നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അസസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിപ്പോ ഒരു സാധാരണ ഒരു HR സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യനെയറിന്റെ ഒരു മോഡലാണ് ഇവിടെ തന്നിട്ടുള്ളത് കേട്ടോ. ജസ്റ്റ് അതൊക്കെ ഒന്ന് വായിച്ചു പോകേണ്ട കാര്യമുള്ളൂ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരൂ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ചിലപ്പോൾ ജോലി അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന ജോലി ഒരു പക്ഷെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ജോലി ആയിരിക്കും, അവർക്കത് കറക്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്. പിന്നെ എപ്പോഴും നമ്മൾ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് നമ്മളോട് ഒരു ചോദ്യം ചോദിക്കും, നമ്മൾ അതിനൊരു റെസ്പോൺസ് കൊടുക്കും. നമ്മുടെ റെസ്പോൺസിന് പിടിച്ചിട്ടായിരിക്കും ചിലപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കുന്നത് കേട്ടോ. അത് മിക്കവാറും എല്ലാ ഇന്റർവ്യൂസിലും അങ്ങനെയാണ്, നമ്മൾ എന്ത് പറയുന്നു ആ പറയുന്നതിന്റെ പുറത്ത് അടുത്ത ചോദ്യം അവർ സ്പോണ്ടേനിയസ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, പ്രത്യേകിച്ച് HR മാനേജർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവർക്ക് റാൻഡം ആയിട്ട് സ്പോണ്ടേനിയസ് ആയിട്ട് ആ ഡിസ്കഷനെ ബേസ് ചെയ്ത് എന്ത് ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും അവർക്ക് റാൻഡം ആയിട്ട് ചോദിക്കാൻ പറ്റും. ഓക്കെ, ഇത്രയാണ് ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് കേട്ടോ. ക്ലിയർ ആണല്ലോ? അത് ഓക്കെ അല്ലേ? അതിന്റെ മോഡൽ മനസ്സിലായി. ഇതെല്ലാം കേട്ടിട്ട് പേടിയാവുന്ന, എന്തിനാണ് പേടിക്കുന്നത്? പേടിയൊന്നും ആവണ്ട, അതിനെ പേടിക്കണ്ട. സാധാരണ രീതിയിലൊക്കെ പോകുമ്പോ പൊതുവെ നമുക്ക് പേടി തോന്നും, അത്ര ഇല്ലാന്ന് പറഞ്ഞാലും അല്ലെ നമുക്കൊരു പേടി തോന്നും. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ഓരോ ഇന്റർവ്യൂവിനൊക്കെ പോയി അത് അറ്റൻഡ് ചെയ്യണം. ആ പേടിക്കല്ല, നമ്മുടെ കോൺഫിഡൻസ് ആണ് അവിടെ കാണേണ്ടത്. ഓക്കെ, അപ്പൊ അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്.
ശരിയാണ് കേട്ടോ. ഞാൻ അങ്ങനെ പറയുന്നത് ഇതല്ല. ഇന്റർവ്യൂ ചെറിയ പേടിയൊക്കെ എന്തായാലും ഉണ്ടാവും. നമുക്ക് അറിയില്ല ഒന്നാമത്തെ അവരോട് എന്താ ചോദിക്കുക. എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന് നമുക്ക് പിന്നെയും മറുപടി പറയാം. ചിലപ്പോൾ സബ്ജക്റ്റിനെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോഴാണ് നമുക്ക് ചിലപ്പോ കുറച്ച് പേടിയൊക്കെ തോന്നാം. ശരിയല്ലേ? പൊതുവെ അങ്ങനെയാണ് തോന്നുന്നത്. ഓക്കെ. ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് പിന്നെ നമുക്ക് വ്യക്തിപരമായ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പറയാം അല്ലെ. അതേസമയം സബ്ജക്റ്റിന് ചിലപ്പോൾ ചോദിക്കുമ്പോഴാണ് നമുക്കൊരു കിട്ടാതെയൊക്കെ വരുന്ന തപ്പിലായിരിക്കും അല്ലെ. ശരി. അടുത്തതാണ് ഇന്റർവ്യൂ അസസ്മെന്റ് ഫോമാണ്. ഇന്റർവ്യൂ അസസ്മെന്റ് ഫോമാണ്. അപ്പൊ നമ്മള് നെക്സ്റ്റ് പഠിക്കുന്നത് അതാണ്. നമ്മൾ അസസ്മെന്റ് ഫോമിനെ പറ്റി പറഞ്ഞിരുന്നല്ലോ. എന്തിനു വേണ്ടിയിട്ടാണ്? ആ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ഇറ്റ് ഇസ് ദ ഫോം ദാറ്റ് ഈസ് യൂസ്ഡ് ടു അസസ് ദ കാൻഡിഡേറ്റ് ഡ്യൂറിംഗ് ദ ഇന്റർവ്യൂ അല്ലെ. ഇന്റർവ്യൂ സമയത്ത് നമ്മളൊരു ഉദ്യോഗാർത്ഥിയെ അസസ് ചെയ്യുന്നതിന് വേണ്ടി, വിലയിരുത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫോമാണ് അല്ലെ. ഓക്കെ, ഇങ്ങനെ ഒരു ഫോമാണ് ഉപയോഗിക്കുന്നത്. ഒരു ഫോർമാറ്റ് നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അതില് ആദ്യത്തെ 4 കാര്യങ്ങൾ നോക്കി. പൊസിഷൻ അപ്ലൈഡ് ഫോർ അല്ലെ. ഏത് പൊസിഷനിലോട്ടാണ് അല്ലെ, ഏത് പൊസിഷനിലോട്ട് ഏത് തസ്തികയിലോട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. പിന്നെ നെയിം ഓഫ് കാൻഡിഡേറ്റിന്റെ പേര്, പിന്നെ അയാളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, അവർ എക്സ്പെക്ട് ചെയ്യുന്ന സാലറി. ഈ 4 കാര്യങ്ങളും എന്താണ് ശരിക്കും? ബേസിക് ഇൻഫർമേഷൻ അല്ലെ. അതെ, ബേസിക് ഡാറ്റയാണ്. ആ ഒരു കാൻഡിഡേറ്റിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഡാറ്റകളാണ്, ബേസിക് ഇൻഫർമേഷൻ ആണ് ആദ്യം വരുന്നത് അല്ലെ അസസ്മെന്റ് ഫോമിനകത്ത്. പിന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ജോബുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അടുത്ത സെക്ഷനിൽ വരുന്നത്. ഓക്കെ, കറന്റ് ജോബ്, നിലവിൽ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിലവിൽ ജോലി എന്താണ്, കറന്റ് ഡെസ്റ്റിനേഷൻ, നിലവിൽ നിങ്ങളുടെ ഔദ്യോഗിക പദവി എന്താണ്. ഓക്കെ, അതുപോലെ കറന്റ് സാലറി, നിലവിലുള്ള ശമ്പളം എത്രയാണ്, ടോട്ടൽ എക്സ്പീരിയൻസ്, നിങ്ങളുടെ ആകെ എക്സ്പീരിയൻസ് എത്രത്തോളം ഉണ്ട്, പിന്നെ അത്രയും കാര്യങ്ങൾ. ഓക്കെ, അത്രയും കാര്യങ്ങൾ ഇത് എന്താണ് ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. അടുത്തത് കംപ്ലീറ്റ് എന്താണ്? ഇന്റർവ്യൂവിൽ നമ്മളൊരു വ്യക്തിനെ വിലയിരുത്തുന്ന ചില ക്രൈറ്റീരിയസ് ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞില്ല, അതൊക്കെ പേഴ്സണാലിറ്റി അല്ലെ. അത് ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സ് അസസ് ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലെ. പേഴ്സണാലിറ്റി, പിന്നെ അവരുടെ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി, റെസ്പോൺസ് ടു ക്വസ്റ്റ്യൻസ്, ഓരോ ക്വസ്റ്റ്യനോടും അവർ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, അവരുടെ കോൺഫിഡൻസ്, ടെക്നിക്കൽ നോളജ് അല്ലെ, സാങ്കേതികമായിട്ടുള്ള അവരുടെ അറിവ്, പിന്നെ കമ്പ്യൂട്ടർ നോളജ്, അപ്രോച്ച് ഓർ ആറ്റിറ്റ്യൂഡ്, പിന്നെ ഇനി നെഗറ്റീവ് മാർക്സ്. അതായത് ഇവർ അസസ് ചെയ്യുന്ന മീൻസ് ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും അവർക്ക് നെഗറ്റീവ് ആയിട്ട് ഫീൽ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതും അവിടെ കൃത്യമായിട്ട് എന്ത് ചെയ്യും, നോട്ട് ചെയ്ത് വെക്കും. ഇതാണ് എന്ത് ഇന്റർവ്യൂ അസസ്മെന്റ് ഫോമിൽ വരുന്ന കാര്യങ്ങൾ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇന്റർവ്യൂ അസസ്മെന്റ് ഫോമിൽ വരുന്ന കാര്യങ്ങൾ ആദ്യത്തെ 4 ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് കേട്ടോ. പിന്നെ വരുന്ന 4 ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ മുഴുവൻ നമ്മൾ ഇന്റർവ്യൂവിന് ആ ഒരു അസസ് ചെയ്യുന്ന ക്രൈറ്റീരിയാസ് ആണ് കേട്ടോ. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ഇന്റർവ്യൂ കഴിഞ്ഞു. ഇനി ഇന്റർവ്യൂ കഴിഞ്ഞ് കഴിഞ്ഞാല് അടുത്ത പ്രോസസ് എന്തായിരിക്കും? ഇന്റർവ്യൂ കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യും? ഇന്റർവ്യൂവിന് ബേസ് ചെയ്തുകൊണ്ടും നമ്മൾ എന്ത് ചെയ്യും? ഷോർട്ട് ലിസ്റ്റ് ചെയ്യും അല്ലെ. ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് അവർക്കാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? അപ്പോയിന്റ്മെന്റ് ഓഫർ കൊടുക്കുന്നത് അല്ലെ. ഇത് കൊടുക്കുന്നത് അപ്പോയിന്റ്മെന്റ് ഓഫർ കൊടുക്കുന്നത് അല്ലെ. അത് ചില സ്ഥലങ്ങളിൽ റിട്ടേൺ ടെസ്റ്റ് ഒക്കെ ഉണ്ടാവും അല്ലെ. എഴുത്ത് പരീക്ഷയും കഴിഞ്ഞ് ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും എടുക്കുന്നത്. എന്തായാലും ഇന്റർവ്യൂ കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഇന്റർവ്യൂവിനെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കും അല്ലെ. നമ്മളൊരു ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കും. എന്നിട്ട് അതിൽ ഏറ്റവും ടോപ്പ് റാങ്കിലുള്ള ആളുകൾക്കാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? അപ്പോയിന്റ്മെന്റ് ഓഫർ കൊടുക്കുന്നത് അല്ലെ. നിയമന വാഗ്ദാനം എന്ന് പറയും. അപ്പോയിന്റ്മെന്റ് ഓർഡർ അല്ലാട്ടോ, രണ്ടാണ്. അത് പ്രത്യേകം ഓർക്കാം. അപ്പോയിന്റ്മെന്റ് ഓഫർ വേറെയാണ്, അപ്പോയിന്റ്മെന്റ് ഓർഡർ വേറെയാണ് കേട്ടോ. ചിലപ്പോ രണ്ടും ഒന്നാണെന്ന് ധരിച്ചിരിക്കുന്നവരുണ്ടാവും. രണ്ടാണ് കേട്ടോ. അപ്പോയിന്റ്മെന്റ് ഓഫർ ഒന്നാണ്, അപ്പോയിന്റ്മെന്റ് ഓർഡർ വേറെയാണ് കേട്ടോ. അപ്പോയിന്റ്മെന്റ് ഓഫർ എന്ന് പറഞ്ഞ നിയമന വാഗ്ദാനമാണ്. എന്ന് പറഞ്ഞാൽ ആ കമ്പനിക്ക് നിങ്ങളെ ഹയർ ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് അറിയിച്ചുകൊണ്ട് നൽകുന്ന ഒരു ഇൻഡിക്കേഷൻ ആണ് എന്ത്? അപ്പോയിന്റ്മെന്റ് ഓഫർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത്. ശ്രദ്ധിക്കേണ്ട ഓഫർ ഓഫ് അപ്പോയിന്റ്മെന്റ്. The shortlisted aspirants who were called for the interview were highly interviewed by the panel of experts on the interview board. Okay, interview board members expert ആയിട്ടുള്ള ടീം വഴിയായിട്ട് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ആൾക്കാരെയാണല്ലോ ഇന്റർവ്യൂ വിളിച്ചത്. അപ്പൊ അവരെ നമ്മുടെ പാനൽ മെമ്പേഴ്സിലൂടെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ നല്ല രീതിയിൽ തന്നെ അവരെ ഇന്റർവ്യൂ ചെയ്യുന്നു.
എന്നിട്ടോ based on the interview assessment the aspirants are categorized into അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. നമ്മൾ ഇന്റർവ്യൂവിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ കാൻഡിഡേറ്റിനെ എങ്ങനെയാണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത്? പ്രധാനമായിട്ടും നമ്മൾ 3 ആയിട്ടാണ് ഇവരെ കാറ്റഗറൈസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. കാറ്റഗറൈസ്ഡ് ഇൻടു റിജക്റ്റഡ്, ഒന്നാമത്തെ റിജക്റ്റഡ്, സെക്കൻഡ് വൺ ഓൺ ഹോൾഡ്, തേർഡ് വൺ സെലക്ടഡ് ഗ്രൂപ്പ്സ്. ചോദിക്കാം കേട്ടോ. അതായത് ഇന്റർവ്യൂവിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ കാൻഡിഡേറ്റ്സിനെ പ്രധാനമായിട്ടും 3 കാറ്റഗറി ആയിട്ടാണ് തിരിക്കുന്നത്. ഇതൊക്കെയാണ് റിജക്റ്റഡ്. റിജക്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ദേ ആർ നോട്ട് സെലക്ടഡ് ഫോർ ദാറ്റ് ജോബ്. ആ ജോബിനെ അവര് സെലക്ട് ചെയ്തിട്ടില്ല, അതാണ് റിജക്ട് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് അല്ലെ. അതൊരു കാറ്റഗറി. ഓൺ ഹോൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൺ ഹോൾഡ് മീൻസ് മേ ബി കൺസിഡേർഡ് ലേറ്റർ അല്ലെ. അതെ, അതായത് നമ്മൾ അവരെ പരിഗണിക്കുന്നുണ്ട്, ഉടനടി ആയിരിക്കില്ല, പക്ഷെ അവർക്ക് ജോലിക്ക് നിയോജിതരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ദാറ്റ് മേ ബി കൺസിഡേർഡ് ലേറ്റർ അല്ലെ. അത് തന്നെ കൃഷ്ണേത് പറഞ്ഞ ഒരു വെയിറ്റിംഗ് ലിസ്റ്റ് പോലെ തന്നെയാണ് അല്ലെ. അവരെ നമുക്ക് പിന്നീട് പരിഗണിക്കാം എന്നുള്ള വിഭാഗമാണ്. സെലക്ടഡ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, സെലക്ടഡ് ഫോർ ദാറ്റ് പെർട്ടിക്കുലർ ജോബ് അല്ലെ. അവര് ജോലിക്ക് ഏറ്റവും ആപ്റ്റ് ആണ്, അവരെ നമ്മൾ ആ ജോലിയിൽ സെലക്ട് ചെയ്യുകയാണ് അല്ലെ. അതായത് നമ്മൾ തിരഞ്ഞെടുക്കും എന്ന് ഉറപ്പുള്ളവരാണ് സെലക്ടഡ് ഗ്രൂപ്പ്. ഇങ്ങനെ 3 കാറ്റഗറി ആയിട്ടാണ് തിരിക്കുക. ഇത് അറിഞ്ഞിരിക്കുക കേട്ടോ. ബേസ്ഡ് ഓൺ ദ ഇന്റർവ്യൂവിനെ ബേസ് ചെയ്തുകൊണ്ട് ആസ്പിരൻസിനെ നമ്മൾ എത്രയായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നു? 3 ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നു. ഇതൊക്കെയാണ് റിജക്റ്റഡ്, ഓൺ ഹോൾഡ്, സെലക്ടഡ് ഗ്രൂപ്പ് കേട്ടോ. അത് പഠിച്ചു വെക്കണേ. ഇനി ഇതിൽ ആർക്കായിരിക്കും നമ്മൾ അപ്പോയിന്റ്മെന്റ് ഓഫർ കൊടുക്കുന്നേ? അതൊന്ന് പറഞ്ഞേ. 3 കാറ്റഗറിയില് ആർക്കായിരിക്കും നമ്മൾ അപ്പോയിന്റ്മെന്റ് ഓഫർ കൊടുക്കുക? റിജക്റ്റഡിനാണോ, ഓൺ ഹോൾഡിനാണോ, അതോ സെലക്ടഡിനാണോ? ആർക്കായിരിക്കും? യെസ്, സെലക്ടഡ് അല്ലെ. അവര് നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞ ആൾക്കാരാണ്. അവർക്കാണ് നമ്മൾ എന്ത് കൊടുക്കുക? അപ്പോയിന്റ്മെന്റ് ഓഫർ കൊടുക്കുക. ഓഫർ എന്ന് പറഞ്ഞാൽ വാഗ്ദാനമാണ്. എന്നുവെച്ചാൽ കമ്പനിക്ക് അവരെ തിരഞ്ഞെടുക്കാൻ അല്ലെങ്കിൽ അവരെ ഹയർ ചെയ്യാനായിട്ട് കമ്പനിക്ക് താല്പര്യമുണ്ട് എന്ന് അവരെ അറിയിച്ചുകൊണ്ട് കൊടുക്കുന്ന ഒന്നാണ് എന്ത്? അപ്പോയിന്റ്മെന്റ് ഓഫർ എന്ന് പറയുന്നത്. അപ്പൊ നോക്കിയേ, നെക്സ്റ്റ് അതാണ് പറയുന്നത്. ദ സെലക്ടഡ് ആസ്പിരൻസ് ആർ ഗ്രേഡഡ് അക്കോർഡിംഗ് ടു ദർ റാങ്കിങ്. അപ്പൊ അതിന് തന്നെ നമ്മൾ ഒരു റാങ്കിങ് അല്ലെ, പ്രത്യേക റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുക. അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് പ്രയോറിറ്റി ഉള്ളവര് സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, അങ്ങനെ ഓരോ പ്രയോറിറ്റിക്ക് അനുസരിച്ച് നമ്മൾ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കും അല്ലെ. The rank holders on priority will be issued the offer of appointment for their acceptance. അങ്ങനെ നമ്മൾ ആ റാങ്ക് ലിസ്റ്റിന്റെ പ്രയോറിറ്റിക്ക് അനുസരിച്ച് കൊണ്ട് അവർക്കാണ് നമ്മൾ എന്തായിരിക്കുന്നത്? അപ്പോയിന്റ്മെന്റ് ഓഫർ അയക്കുന്നത് കേട്ടോ. അതായത് നമ്മൾ നിയമന വാഗ്ദാനം അവർക്കാണ് നമ്മൾ അയക്കുന്നത്. അത് അവരുടെ അക്സെപ്റ്റൻസിന് വേണ്ടിയിട്ട്. അത് അവർ വാഗ്ദാനം മാത്രമാണ് കേട്ടോ. കമ്പനി ഓക്കെ ആണ്, അവരെ ഹയർ ചെയ്യാൻ തയ്യാറാണെന്ന് അറിയിച്ചുകൊണ്ട് അവർക്കൊരു അപ്പോയിന്റ്മെന്റ് ഓഫർ അയക്കുകയാണ്. അത് വേണമെങ്കിൽ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അവർക്ക് റിജക്ട് ചെയ്യാം. അത് അവരുടെ ചോയ്സ് ആണ് കേട്ടോ. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, അണ്ടർലൈൻ ചെയ്തിരിക്കുക. അപ്പോയിന്റ്മെന്റ് ഓർഡർ ഈസ് ഇഷ്യൂഡ് ഓൺലി ആഫ്റ്റർ ദ അക്സെപ്റ്റൻസ് ഓഫ് ദ ഓഫർ. കണ്ടോ, അപ്പോയിന്റ്മെന്റ് ഓഫറും ഓർഡർ വ്യത്യാസമുണ്ട്. ആദ്യം നമ്മൾ കൊടുക്കുന്നത് എന്താണ്? ഓഫർ ആണ് കൊടുക്കുക, ഓഫർ ലെറ്റർ ആണ് കൊടുക്കുക. അത് ഓഫർ ലെറ്റർ കൊടുത്തിട്ട് അവരത് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ എന്ത് കൊടുക്കുള്ളൂ? അപ്പോയിന്റ്മെന്റ് ഓർഡർ കൊടുക്കുള്ളൂ. നിയമന ഉത്തരവ് കൊടുക്കുന്നത് രണ്ടാമതാണ്. മനസ്സിലായോ? അപ്പൊ ഓർത്ത് വെക്കുക, അപ്പോയിന്റ്മെന്റ് ഓർഡർ ഈസ് ഇഷ്യൂഡ് ഓൺലി ആഫ്റ്റർ ദ അക്സെപ്റ്റൻസ് ഓഫ് ദ ഓഫർ. ഓഫർ അവർ സ്വീകരിച്ചെങ്കിൽ മാത്രമാണ് നമ്മൾ അപ്പോയിന്റ്മെന്റ് ഓർഡർ കൊടുക്കുന്നത്. അതുപോലെ ആഫ്റ്റർ ജോയിനിങ് ദ ഓർഗനൈസേഷൻ, ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ഓൾ ദ ജോയിനിങ് ഫോർമാലിറ്റി, അത് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. അതുപോലെ എല്ലാ ജോയിനിങ് ഫോർമാലിറ്റീസും പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമാണ് അവരെ ജോലിയിൽ പ്രവേശിക്കുന്നത്. അപ്പൊ 3 കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുക. അതായത് ആദ്യം കൊടുക്കുന്ന അപ്പോയിന്റ്മെന്റ് ഓഫർ ആണ് കൊടുക്കുക. ഓഫർ കൊടുക്കും, ആ ഓഫർ അവർ ആക്സെപ്റ്റ് ചെയ്ത് അവർക്ക് എന്ത് കൊടുക്കും? അപ്പോയിന്റ്മെന്റ് ഓർഡർ കൊടുക്കും. അപ്പോയിന്റ്മെന്റ് ഓർഡർ കൊടുത്ത് ജോയിനിങ് ഫോർമാലിറ്റീസും കൂടെ കഴിഞ്ഞിട്ടാണ് അവർ ജോലിയിൽ പ്രവേശിക്കുന്നത്. ജോയിനിങ് ഫോർമാലിറ്റി നമ്മൾ ഇതിൽ നെക്സ്റ്റ് പഠിക്കുന്നുണ്ട്. അതായത് നമ്മൾ ജോയിനിങ് ഫോർമാലിറ്റി എന്ന് പറയുമ്പോൾ അവരുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യണം. അതൊക്കെയാണ് ജോയിനിങ് ഫോർമാലിറ്റിയിൽ വരുന്നത്. അതുകൂടെ കഴിഞ്ഞിട്ടാണ് അവർ ആ ജോലിയിലോട്ട് എൻട്രി ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട പോയിന്റുകൾ ഇതൊക്കെയാണ്. അപ്പോയിന്റ്മെന്റ് ഓർഡർ ഈസ് ഇഷ്യൂഡ് ഓൺലി ആഫ്റ്റർ ദ acceptance of an appointment order. അതുപോലെ തന്നെ ജോയിനിങ് ഫോർമാലിറ്റീസ് ദാറ്റ് ഷുഡ് ബി കംപ്ലീറ്റഡ് ബിഫോർ എൻറ്ററിംഗ് ഇൻ ടു എ ജോബ്. ഓക്കെ, ഈ 2 കാര്യങ്ങളാണ് നിങ്ങൾ അവിടെ പഠിച്ചു വെക്കുന്നത് കേട്ടോ. അപ്പൊ ഓഫർ ഓഫ് അപ്പോയിന്റ്മെന്റ് വെച്ച് നിയമന വാഗ്ദാനമാണ്, അപ്പോയിന്റ്മെന്റ് ഓർഡർ എന്ന് പറഞ്ഞ നിയമന ഉത്തരവാണ്, പിന്നെ ജോയിനിങ് ഫോർമാലിറ്റീസ്. ഇത് 3 കേട്ടോ. 3 എന്താണ് വ്യത്യസ്തമാണ്.
കേട്ടോ. ചിലവർക്ക് ഓഫറും ഓർഡറും ഒക്കെ ഒരുപോലെയാണെന്ന് കരുതിയിരിക്കുന്നവരുണ്ടാവും. അത് തെറ്റാണ് കേട്ടോ. ഓഫറാണ് ആദ്യം കൊടുക്കുക, അത് വാഗ്ദാനം കൊടുക്കുന്നതാണ്. അതിൽ നമ്മൾ കൃത്യമായിട്ടുള്ള എല്ലാ നിബന്ധനകളും വ്യവസ്ഥകളൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളൊരു കാൻഡിഡേറ്റിന് ഓഫർ കൊടുക്കുക. അപ്പൊ ഈ കാൻഡിഡേറ്റിന് അത് വായിച്ചിട്ട് അത് ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ അവർക്ക് ഒക്കെ ആണെങ്കിൽ മാത്രമേ അവർക്ക് ഇത് അയച്ചു കൊടുക്കുള്ളൂ, കമ്പനി അപ്പോയിന്റ്മെന്റ് ഓർഡർ കൊടുക്കുള്ളൂ. അല്ലാത്ത പക്ഷെ അവർ ഇൻട്രസ്റ്റഡ് അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അവർക്ക് എന്ത് കൊടുക്കൂല, അപ്പോയിന്റ്മെന്റ് ഓർഡർ കൊടുക്കില്ല. ഓക്കെ, ക്ലിയർ ആയോ? പറഞ്ഞ കാര്യങ്ങള് മനസ്സിലായോ? ഓക്കെ ആണോ? അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കേണ്ടത് അതിന്റെ മോഡലാണ്. ഏതിന്റെ മോഡലാണ്? അപ്പോയിന്റ്മെന്റ് ഓഫറിന്റെ മോഡല് നമുക്ക് നോക്കാം കേട്ടോ. ഈ അപ്പോയിന്റ്മെന്റ് ഓഫറിന്റെ മോഡല് ഇപ്പോ ഓരോ ഈ പറഞ്ഞോണം ഓഫർ എന്ന് പറയുമ്പോ അതിനകത്ത് പലതരത്തിലുള്ള നിബന്ധനകളും വ്യവസ്ഥകളും ഒക്കെ ഉണ്ടാവും. അത് ഓരോ കമ്പനിക്ക് അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. എല്ലാവർക്കും ഒരു ഇപ്പൊ ഈ അപ്പോയിന്റ്മെന്റ് ഓഫറിന്റെ മോഡൽ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എല്ലായിടത്തും ഇതുപോലെയാണെന്ന് വിചാരിക്കും. അങ്ങനെയല്ല, ഓരോ കമ്പനിയുടെയും നിബന്ധനകളും വ്യവസ്ഥകളും വ്യത്യാസം ഉണ്ടാവും. എങ്കിലും നമ്മൾ പൊതുവേ ഉള്ള ഒരു അപ്പോയിന്റ്മെന്റ് ഓഫർ എങ്ങനെയായിരിക്കും, അതിന്റെ ഒരു മോഡലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കത് മനസ്സിലാക്കാം കേട്ടോ. അപ്പൊ അത് ഇതിന് പറയുന്ന കാര്യങ്ങള് കറക്റ്റ് ആയിട്ട് നോക്കാം. എന്താണ് ഈ മോഡലിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരുമോ? മോഡലിൽ നിന്ന് അങ്ങനെ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഒന്നുമില്ല കേട്ടോ. മോഡൽ അറിയാൻ വേണ്ടി കൊടുത്തേക്കുന്നതാണ് കേട്ടോ. മോഡൽ അറിയാൻ വേണ്ടിയിട്ട് കൊടുത്തേക്കുന്നതാണ്. അതിന് അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നിങ്ങൾ അറിയണം ഒരു അപ്പോയിന്റ്മെന്റ് ഓഫറിൽ എന്തൊക്കെ ഉൾപ്പെടുത്തും എന്നുള്ളത് നിങ്ങൾക്ക് അറിയണം. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഒരു ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടത്തിൽ എന്തൊക്കെ ഉൾപ്പെടുത്തും, അല്ലെങ്കിൽ ഒരു കോൾ ലെറ്ററിൽ നമ്മൾ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തുന്നത്, ഒരു അപ്പോയിന്റ്മെന്റ് ഓഫറിൽ നമ്മൾ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തുന്നത്, അങ്ങനെയൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റണം കേട്ടോ. അപ്പൊ നമുക്കൊരു മോഡൽ നോക്കാം. നമ്പർ എയിംസ് ആ ഒരു ഫയൽ നമ്പറും കാര്യങ്ങളും മിസ്റ്റർ രവി കൃഷ്ണൻ ആലയഭവൻ എറണാകുളം അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു അപ്പോയിന്റ്മെന്റ് ഓഫർ ആണ് കേട്ടോ. സബ്ജക്ട് റെഫറൻസ് ഒക്കെ പഴയ പോലെ തന്നെ എല്ലാത്തിലും പോലെ ഇതിലും ഉണ്ട്. ഓഫർ ഓഫ് അപ്പോയിന്റ്മെന്റ് ഫോർ ദ പോസ്റ്റ് ഓഫ് പബ്ലിക് റിലേഷൻ ഓഫീസർ കേട്ടോ. PRO പോസ്റ്റിലോട്ടുള്ള ഒരു ഓഫർ ആണ്. റെഫറൻസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ ഡേറ്റ്, ഇന്നൊരു ഡേറ്റ്, സബ്സിക്വന്റ് ഇന്റർവ്യൂവിനെ ബേസ് ചെയ്ത് ഒരു സൂചന കൊടുത്തേക്കാണ്. ഡിയർ മിസ്റ്റർ ഓർ മിസ്സിസ് കൃഷ്ണകുമാർ, അദ്ദേഹത്തിന് ഓഫർ ആണ് കൊടുക്കുന്നത് കേട്ടോ. ദിസ് ഈസ് വിത്ത് റെഫറൻസ് ടു യുവർ ആപ്ലിക്കേഷൻ ഫോർ ദ എംപ്ലോയ്മെന്റ് ഇൻ അനിയുടെ അല്ല കേട്ടോ, എയിംസ് എന്നാണ്. എയിംസ് എന്നാക്കാം കേട്ടോ. എയിംസ് AIMS കേട്ടോ. ഓക്കെ, ഇത് ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. അനിൽ എന്നൊക്കെ വായിക്കുമ്പോൾ അനിലോ ഒരാളുടെ പേരാണെന്ന് വിചാരിക്കും. എയിംസ് എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. എയിംസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്. Subsequent to the interview, we have the pleasure to offer the employment on the following terms and conditions. We wholeheartedly welcome you to be a part of the എയിംസ് ഫാമിലി. കണ്ടോ, അപ്പൊ അദ്ദേഹത്തിന് ഒരു ഓഫർ കൊടുക്കുകയാണ്. എയിംസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആ ഒരു ഹോസ്പിറ്റലിലോട്ട് പബ്ലിക് റിലേഷൻ ഓഫീസർ എന്ന ആ ഒരു ഡെസിഗ്നേഷനിലോട്ട് കൊടുക്കുന്ന ഒരു അപ്പോയിന്റ്മെന്റ് ഓഫർ ആണ്. ഇനി നമുക്ക് 1 മുതൽ 19 വരെ ഉണ്ട് കേട്ടോ. 19 വരെ ആ ഒരു നിബന്ധനകളും വ്യവസ്ഥകളുമാണ് പഠിക്കാനായിട്ടുള്ളത്. പഠിക്കാന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഒരു മോഡലാണ് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ 1 തൊട്ട് 19 വരെയുള്ള ഓരോ പോയിന്റുകളും, പോയിന്റ് മീൻസ് അതിന്റെ മോഡലിൽ വരുന്ന കാര്യങ്ങൾ അത് നിങ്ങൾ മനസ്സിലാക്കി പോകുക കേട്ടോ. അത്രയേ ഉള്ളൂ. കാര്യം എന്താണെന്നറിയോ, നമ്മൾ ഇനി അടുത്തത് അപ്പോയിന്റ്മെന്റ് ഓർഡർ പഠിക്കും. അപ്പോയിന്റ്മെന്റ് ഓർഡർ അല്ല, ജോയിനിങ് ഓർഡർ പഠിക്കും. അവിടെയും ഇതേ സെയിം ക്ലോസുകൾ തന്നെയാണ് അവിടെ വരുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ കൃത്യമായിട്ട് അത് മനസ്സിലാക്കി പോവുക. കാരണം അവിടെ ഞാൻ പറയുമ്പോൾ പിന്നീട് കൂടുതൽ എക്സ്പ്ലനേഷൻ ഞാൻ അവിടെ തരില്ല. ഓക്കെ, കാര്യം ഈ 1 മുതൽ 19 വരെയുള്ള സെയിം ക്ലോസുകൾ ഉണ്ടല്ലോ, ഈ പറഞ്ഞ ആ സെയിം ക്ലോസുകൾ തന്നെ ഇതിന്റെ തന്നെ ജോയിനിങ് ഓർഡറിൽ അത് ഇതിന്റെ സെയിം റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ ഞാൻ പിന്നെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യില്ല കേട്ടോ. അപ്പൊ ഇപ്പൊ തന്നെ ഇത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി പോവാം. ഓക്കെ, കാരണം ഇവിടെയും അവിടെ ഒരുപോലെ എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്കത് ഒരുപാട് ടൈം നമ്മുടെ പോകും. ഇവിടെ അത് കറക്റ്റ് ആയിട്ട് പോയാൽ മതി. ആ സെയിം ക്ലോസ് തന്നെ അവിടെ വരുന്നത് കേട്ടോ. അപ്പൊ ഒന്നാമത്തെ നോക്കാം നമുക്ക്. ഫസ്റ്റ് ക്ലോസ് എന്താണ് പറയുന്നത്? അപ്പോയിന്റ്മെന്റ് വിൽ ബി ഇഫക്റ്റീവ് ഫ്രം ദ ഡേറ്റ് ഓഫ് ജോയിനിങ് അവർ ഓർഗനൈസേഷൻ. അതായത് അവരോടുള്ള നിബന്ധനകളും വ്യവസ്ഥകളാണ്. അത് കറക്റ്റ് ആയിട്ട് അതിൽ കൊടുക്കും. കാര്യം എന്താണ്, അവര് ആ കമ്പനിയുടെ നിബന്ധനകൾ എന്താണ്, വ്യവസ്ഥകൾ എന്താണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് അവർ ഓഫറിൽ എഴുതി അയച്ചു കൊടുക്കും. അതെല്ലാം അയച്ചിട്ട് അവര് തൃപ്തരാണെങ്കിൽ മാത്രം അവർക്ക് അത് ആക്സെപ്റ്റ് ചെയ്താൽ മതി. അവർ ആക്സെപ്റ്റ് ചെയ്തെങ്കിൽ മാത്രമാണ് അവർക്ക് എന്ത് കൊടുക്കുള്ളൂ, അപ്പോയിന്റ്മെന്റ് ഓർഡർ കൊടുക്കുള്ളൂ. ഈ പറയുന്ന വ്യക്തിക്ക്, കാൻഡിഡേറ്റിന് ഈ പറയുന്ന ടേംസും കണ്ടീഷൻസും അയച്ചു കൊടുത്തില്ല. അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാം, അവർക്ക് പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ ചിലപ്പോൾ അവരത് റിജക്ട് ചെയ്യാം അല്ലെ. അതിനുള്ള ആ ഒരു സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അപ്പൊ നോക്കാം, ഒന്നാമത്തെ ക്ലോസ്, അപ്പോയിന്റ്മെന്റ് വിൽ ബി ഇഫക്റ്റീവ് ഫ്രം
the date of joining our organization. അതായത് നിങ്ങൾ നമ്മുടെ സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യുന്ന ദിവസം തൊട്ടാണ് നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് പ്രാബല്യത്തിൽ വരുന്നത് എന്നാണ് പറയുന്നത്. മനസ്സിലായോ? നിങ്ങൾ നമ്മുടെ സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യുന്ന ഡേറ്റ് ആ ദിവസം തൊട്ടാണ് നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് അവിടെ പ്രാബല്യത്തിൽ വരുന്നത്. രണ്ടാമത്തത്, യു വിൽ ഹാവ് ടു സബ്മിറ്റ് എ ജോയിനിങ് ഓർഡർ accepting the terms and conditions of the employment on the date of joining. അതുപോലെ നിങ്ങൾ നമ്മുടെ സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യുന്ന അന്നേ ദിവസം തന്നെ നമ്മുടെ സ്ഥാപനത്തിന്റെ നിബന്ധനകളും വ്യവസ്ഥകളും അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു ജോയിനിങ് ഓർഡർ അന്നേ ദിവസം നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. കേട്ടോ? മനസ്സിലായോ? ഓരോ കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങൾ ജോയിൻ ചെയ്യുന്ന ഡേറ്റ് എന്നാണോ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന അന്നേ ദിവസം തന്നെ നമ്മുടെ സ്ഥാപനത്തിന്റെ നിബന്ധനകളും വ്യവസ്ഥകളും അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു ജോയിനിങ് ഓർഡർ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ. പിന്നെ അടുത്ത എന്താണ്? യു വിൽ ബി ഇനീഷ്യലി ഡെസിഗ്നേറ്റഡ് ആസ് ഡാഷ് in the department of dash and shall be reporting to the chairman through head of the department. നമ്മുടെ ഫിൽ ചെയ്ത് പോകേണ്ട കാര്യങ്ങളാണ് കേട്ടോ. അതായത് തുടക്കത്തിൽ നിങ്ങൾ ഇന്ന പോസ്റ്റിലോട്ടാണ് ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ PRO ആണെങ്കിൽ നമ്മൾ പറയും ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ പിന്നെ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റിലെ പബ്ലിക് റിലേഷൻ ഓഫീസർ എന്ന തസ്തികയിലോട്ടാണ് നിങ്ങളെ തുടക്കം നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്, നിങ്ങൾ നിയമിക്കുന്നത്. പിന്നീട് അത് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് വഴിയായിട്ട് ചെയർമാനോട് റിപ്പോർട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അങ്ങനെ ഓരോരോ കണ്ടീഷൻസ് ആണ് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇത്ര ഇരിക്കണ്ടേ കേട്ടോ. 3 കാര്യങ്ങൾ അവിടെ ഇരിക്കണ്ടേ. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ. ഓക്കെ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ഇത് വലിയ ചാപ്റ്റർ ആണെങ്കിലും നമുക്ക് പഠിക്കാൻ എളുപ്പമാണ് കേട്ടോ. അതിൽ ഒരുപാട് കാര്യങ്ങളൊന്നും പറയുന്നില്ല. ശരിക്കും ഒരു ഇന്റർവ്യൂ പ്രോസസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും എങ്ങനെ ഇന്റർവ്യൂ നടത്തുന്നത് അല്ലെ. നമുക്ക് വരുന്ന അപ്പോയിന്റ്മെന്റ് ഓഫറും അതിനെ പറ്റിയൊക്കെ നമുക്കൊരു ഏകദേശം ധാരണ ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ എടുത്ത കാര്യങ്ങളൊക്കെ ഇന്ന് തന്നെ വായിക്കണം കേട്ടോ. ഓക്കെ അല്ലേ? നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ.